അങ്ങനെയുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്ററുകൾ വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആവശ്യമുള്ളവർ അങ്ങോട്ട് പോയിക്കോട്ടെ. മൊറോക്കൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സെക്സി ആയിട്ടാണ് അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ. ഭയങ്കര എന്ന് പറഞ്ഞാൽ അതിഭയങ്കര സെക്സി ഫീൽ ആയിരിക്കും അവരുടെ ഇത്. ഇനിയിപ്പോൾ നാളെ ചോദിക്കും ഇനിയിപ്പോൾ ഞാൻ ലെസ്ബിയനാണോ. സത്യ എന്ന് പറയുന്ന മൂവിയായിരുന്നു, ജയറാമേട്ടൻ്റെ സത്യ എന്ന് പറയുന്ന മൂവിയായിരുന്നു. സിനിമാ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന പ്രൊഡ്യൂസർക്ക്. നമ്മൾ ആരാണെന്ന് പറഞ്ഞിട്ടോ എന്താണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. സിനിമയിൽ അഭിനയിക്കാൻ ഒരു പെണ്ണ് വരികയാണെങ്കിൽ പലരുടെയും ആവശ്യം പലതാണ്. അത് അഡ്ജസ്റ്റ്മെൻറ്റ് അവർ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ ആരാ പറയുന്നത്, ഡയറക്ടറാണോ അതേ പ്രൊഡ്യൂസറാണോ? അപ്പോൾ പ്രൊഡ്യൂസർ പറയുന്നുണ്ടെന്ന് ചോദിച്ച വാക്ക് കുണ്ടനടിക്കുമെന്നാണ് ചോദിച്ചത്. കൂടെ അഭിനയിച്ച പെണ്ണിനെ മാത്രമേ മോശം പറയുള്ളൂ. ഇപ്പൊ സ്വാസികയുടെ മറ്റേ ചതുരത്തിലും മറ്റേ എന്താ ഉടലിതും പച്ചമംഗലേന്റെ ഇതും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്, പക്ഷേ ഒരു ഫെമിനിറ്റി അല്ല. അതെന്താണ് അങ്ങനെ ഒരു ഭയം? ഈ ഫെമിനിസ്റ്റ് എന്നുള്ള വാക്കിന്റെ ശരിക്കുമുള്ള അർത്ഥം പോലും ഇന്ന് മാറിപ്പോയി. ഫെമിനിസ്റ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരോട് തന്നെ പറഞ്ഞു കിടക്കില്ല, ഞാൻ ഫെമിനിസ്റ്റിയാണ്. ഇപ്പൊ ഓരോ ഒട്ടപ്പൊട്ടോ ഓരോ വല്ലവരും കണ്ടോ ഒരു ഉണ്ടക്കെട്ടൊക്കെ കെട്ടിയെന്ന് വെച്ച് നമ്മളിപ്പോ ഫെമിനിസ്റ്റിനെ ആർക്കും ഞാൻ ഇതാണെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സമ്പാദിച്ച കാശ് മുഴുവൻ, അതായത് വലിയൊരു എമൗണ്ട് ഒരു സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായിരുന്നു ആ സിനിമ? അത് എങ്ങനെയായിരുന്നു ആ സംഭവം? സത്യ എന്ന് പറയുന്ന മൂവിയായിരുന്നു, ജയറാമേട്ടൻ്റെ സത്യ എന്ന് പറയുന്ന മൂവിയായിരുന്നു. പക്ഷെ ഞാനത് ഇൻവെസ്റ്റ് ചെയ്ത 2 മാസത്തേക്കുള്ള റോളിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഫിനാൻസ് ചെയ്തതായിരുന്നു സത്യത്തിൽ. അതിന് 2,10,00,000 രൂപ സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ അഭിനയമവും ഭയങ്കരമായിട്ട് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ ശേഷം എന്നെ അഭിനയിക്കാനായിട്ട് വിളിച്ച സമയത്ത് എൻ്റെ സാഹചര്യങ്ങൾ കാരണം എനിക്ക് മര്യാദയ്ക്ക് അവിടെ പോയിരുന്നിട്ട് ഞാൻ എന്തൊക്കെ തലയ്ക്ക് വെളിവില്ലാത്ത ആൾക്കാർ കാണിച്ചു കൂട്ടും പോലെയൊക്കെയാണ് അവിടെ അന്ന് ആ സെറ്റിൽ കാണിച്ചത്. കാരണം എനിക്ക് പേടി, ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ എന്നെ തള്ളി പറയുമോ എന്നുള്ള പേടി, മാമച്ചി മമ്മി എല്ലാവരും അങ്ങനെ. കാരണം സിനിമ എന്തായിരിക്കുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും സിനിമയിലോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹം തോന്നി. ഒരു വർഷത്തോളം ഞാൻ ഒരുപാട് പേരെ വിളിച്ചൊക്കെ നോക്കി. പക്ഷെ എനിക്ക് ആരിൽ നിന്ന് നല്ലൊരു മറുപടിയോ ഒന്നും അല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ആരാണെന്ന് പറഞ്ഞിട്ടോ എന്താണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. സിനിമയിൽ അഭിനയിക്കാൻ ഒരു പെണ്ണ് വരികയാണെങ്കിൽ പലരുടെയും ആവശ്യം പലതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫിലൊരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ട്രാജഡി കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനി ഒരു മെൻ്റൽ ട്രോമയിലോട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സിനിമാ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന പ്രൊഡ്യൂസർക്കാണ്. അപ്പം ആ ഒരു ഇതിൽ നിന്നിട്ടാണ് ഞാൻ. അങ്ങനെയാകുമ്പോൾ നമുക്ക് എവിടെയും ഒരു വാല്യൂ ഉണ്ട്. ആരുടെ മുമ്പിലും കയറി സംസാരിക്കാം. നമുക്കിപ്പോൾ എന്നെ ഒന്ന് അവർ പരിചയപ്പെടുത്തോ ഇവരെ പരിചയപ്പെടുത്തോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആരുടെ പിന്നാലെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി നടക്കണ്ട. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് പോയിട്ട് ചോദിക്കാം ഒരു ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണ് എന്ന്. അങ്ങനെ ഞാൻ ഒരു അവിവേകമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അന്ന് എനിക്ക് സിനിമയെ പറ്റിയിട്ടൊന്നും ഒന്നും അറിയില്ല. അപ്പം ഒരു കാര്യം, സിനിമ എന്താണ്, ലൊക്കേഷൻ എന്താണ്, ആ ഒരു ദിവസം പോയൊരു അറിവെന്നല്ലാതെ അപ്പം അതിനിടയിൽ മരുഭൂമിയിലെ ആനയും ഒരു ചെറിയൊരു സീക്വൻസ്, അത് എൻ്റെ ഫ്രണ്ടായിരുന്നു സജുമോൻ, അസോസിയേറ്റ്, വിക്കിപീഡിയ അസോസിയേറ്റഡ്. അപ്പോൾ പുള്ളി ഇതുപോലെയാണ് പറഞ്ഞത്, ഇതുപോലെ ഞാൻ ഫാഷൻ ഷോയും ബാക്കി കാര്യങ്ങളൊക്കെ ഇതാവുന്ന സമയത്ത് നടത്തണം, മീൻസ് അത് കണ്ടക്ട് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇതുപോലെ എറണാകുളത്ത് വരുന്ന സമയത്ത് പുള്ളിയാണ് പറഞ്ഞത്, എടി നീ ഒരു തലയിൽ തട്ടായിട്ടൊരു ഫോട്ടോ എനിക്ക് അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അയച്ചു കൊടുത്ത് പറഞ്ഞ് അത് ഒരു ബിജു മേനോൻ ചേട്ടന് ഇതാവുന്ന, അതും ഇതിനും ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനത്തെ 2 അനുഭവമുണ്ട് സിനിമയിൽ ഞാൻ അഭിനയിച്ച. അപ്പം അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. ഞാൻ പലരെയും കൊടുത്തിട്ടും പുള്ളിക്ക് ഓക്കെ ആവുന്നില്ല. ഭയങ്കരമായിട്ട് മുസ്ലിം ഇത് ഫേസ്, ഭയങ്കരമായിട്ട് മുസ്ലിം ഫേസും ആയിരിക്കണം. അത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യണം. അങ്ങനെയുള്ള ഒരാളായിരിക്കും. ബോഡി കുറച്ച് ഇത് വേണം, പക്ഷേ എന്നാൽ ഫേസ് ഭയങ്കര ക്യൂട്ട്നെസ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അയച്ചു കൊടുത്തൊരു ഫോട്ടോ. അത് നേരത്തെ ഈ ട്രെയിലറിൽ വന്നതുപോലെ മനോരമ ഏതോ എനിക്കറിയത്തില്ല, നാനയിലാണോ ഏതോ ഒരു മാഗസീൻ, എനിക്ക് വീക്ക്ലിയുടെ പേരൊന്നും അറിയത്തില്ല. അപ്പം ഏതോ ഒരു മാഗസീനിൽ സിനിമാ മംഗളോ അങ്ങനെ ഏതോ ഒരെണ്ണത്തിൽ സെൻട്രൽ പേജിൽ ആ മരുഭൂമിയിൽ ആനയുടെ ഡീറ്റെയിൽസ് വന്ന സമയത്ത് അതിൻ്റെ FBയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഫോട്ടോ വെച്ചിട്ട് ബിജു മേനൻ ഈ ഫോട്ടോ ഇങ്ങനെ ടാബിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അതാണ് വന്നത്. ഇങ്ങനെ സിനിമയുടെ ഡീറ്റെയിൽസ് വന്ന സമയത്ത് അത് രണ്ടും എനിക്ക് ഞാൻ അപ്പോൾ എനിക്ക് സിനിമയിൽ ചാൻസ് എന്തായാലും കിട്ടും, മീൻസ് ഭയങ്കരമായിട്ട് ഈസിയാണ്. മീൻസ് ഞാൻ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ എനിക്കിങ്ങനെ 2 ഇങ്ങോട്ട് വന്നിട്ട് ഇതും ഇങ്ങനെയല്ലേ എടി ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഞാൻ സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരാളാണ്. അന്ന് അങ്ങനെ എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ പുള്ളി ഓക്കെ ഇവിടെ ഇങ്ങനെയാണ്, അപ്പോൾ മുസ്ലിം ക്യാരക്ടറാണ്, അതും ഓക്കെ. അപ്പോൾ എനിക്ക് ഓക്കെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചപ്പോഴാണ് ശരിക്കും സിനിമ എന്താണെന്നും സിനിമയുടെ ഉള്ളുകളികൾ എന്താണെന്നും സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന എന്താണെന്നും സിനിമയിൽ ഒരാൾ ചാൻസ് ചോദിച്ച് നടന്നാൽ എന്തായിരിക്കും അവർക്ക് കിട്ടുന്ന പ്രതികരണം എന്നും
ഇതൊന്നും അത്ര വലിയ ഈസി അല്ല എന്നുള്ളതും ഭയങ്കര സ്ട്രഗിളിങ് ആണെന്നൊക്കെ മനസ്സിലാക്കി. അതിനുശേഷമാണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ അവിവേകം കാണിക്കാനായിട്ട് ഇറങ്ങിയത്. പക്ഷെ അപ്പോഴും ഞാനവിടെ ബിസിനസ്സാണ് ചെയ്തത്. അപ്പോഴൊക്കെ ഞാൻ ശരിക്കും ഒരു ബിസിനസ്സുകാരിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബിസിനസ് അതിൽ അപ്പോൾ ആക്ടിങ് എന്നതിലുപരി അതിൽ ഞാൻ ബിസിനസ്സും കൂടെ കണ്ടത്. കാരണം എനിക്ക് പ്രോഫിറ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തതായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ആ 2 മാസം കഴിയുമ്പോൾ എൻ്റെ ക്യാഷിങ് തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ എനിക്ക് അതിലൊരു നല്ലൊരു അഭിനയിക്കുകയും ചെയ്യാം. എനിക്ക് എല്ലാവരുടെയും പറയാനൊരു പ്രൊഫൈലും ആവും. അങ്ങനെ വിചാരിച്ച് ഞാൻ ചെയ്തതായിരുന്നു. പക്ഷേ അത് പക്ക ചീറ്റിംഗ് ആയിരുന്നു. ഈ സാറ്റലൈറ്റ് എമൗണ്ട് സൂര്യ സുനിലേട്ടന് സൂര്യ TV എന്നായിരുന്നു സാറ്റലൈറ്റ് എമൗണ്ട് കിട്ടിയിരുന്നത്. അത് സൂര്യ സുനിലേട്ടന് പുള്ളി വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നു, സാറ്റലൈറ്റിൻ്റെ ഡമ്മി പേപ്പർ എനിക്ക് തന്നത്. പക്ഷെ ഞാൻ പോയിട്ട് ചോദിക്കില്ല ലാബ് എഗ്രിമെന്റോ എന്തെങ്കിലുമൊക്കെ. ഇന്നിപ്പോൾ എനിക്കറിയാം എങ്ങനെ ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നും അതിന് ശേഷം എനിക്കറിയാം. പക്ഷേ റിലീസിന് മുമ്പ് എനിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ എവിടെ വേണമെങ്കിലും. പക്ഷേ അപ്പോഴൊക്കെ ഈ പുള്ളി ഭയങ്കരമായിട്ട് പുള്ളിയുടെ വൈഫും കുട്ടികളൊക്കെ ഇതാക്കിയിട്ട് റിലീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സാറ്റലൈറ്റ് എമൗണ്ട് കിട്ടത്തില്ല, നിങ്ങൾ വേറെ. അപ്പോൾ എല്ലാവരും എന്നെ വിളിച്ച് പറയുന്നുണ്ട്. പല സ്ഥലത്തുനിന്ന് എനിക്ക് പോലും അറിയാത്ത പല ആൾക്കാരും വിളിച്ചിട്ട് പറയുന്നുണ്ട് അത് ഫ്രോഡാണ്, ക്യാഷ് എത്രയും പെട്ടെന്ന് നിങ്ങൾ വാങ്ങിക്കാൻ നോക്കണം എന്ന് പറയുമ്പോൾ പുള്ളിയോട് കംപ്ലൈൻറ്റ് കൊടുക്കുക ഒന്നും ചെയ്യരുത്. കാരണം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിനിമ റിലീസ് ചെയ്യാക്കില്ല, സാറ്റലൈറ്റ് എമൗണ്ട് കിട്ടില്ല. പക്ഷേ സാറ്റലൈറ്റ് എമൗണ്ട് 1,80,00,000 രൂപ സൂര്യ സുനിലേട്ടന് പോയി. എനിക്കതിൽ നിന്നൊന്നും കിട്ടിയില്ല, ഒന്നും കിട്ടില്ല. പക്ഷെ അതിന് മുമ്പേ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എന്നെ സെറ്റിൽ ചെയ്ത് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച കടം കൊടുത്ത ഇടം കൊടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിൽ. ഞാൻ എവിടെയൊക്കെ മനസാക്ഷി കാണിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ എൻ്റെ ജീവിതത്തിലാണെങ്കിലും എൻ്റെ കുടുംബ ജീവിതത്തിലാവട്ടെ ബിസിനസ്സിലാവട്ടെ എവിടെയാണെങ്കിൽ പോലും ഞാൻ എവിടെയൊക്കെ പാവമായിട്ടുണ്ടോ, എവിടെയൊക്കെ എൻ്റെ മനസാക്ഷി കാണിച്ചിട്ടുണ്ടോ, ഞാൻ എത്രത്തോളം എന്താ പറയുക മറ്റുള്ളവരെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ, അവിടെയൊക്കെ മാത്രമേ എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൂ. മീൻസ് ഇതേപോലെ എനിക്കൊരു പരാജയം കണക്ക് വന്നിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ച പിടിയാൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നം ഒരു സ്ഥലത്തും വരില്ല. അങ്ങനെയാണ് ഞാൻ ഭയങ്കരമായിട്ട് ബോൾഡ് ആവാൻ തുടങ്ങിയതൊക്കെ. കാരണം പറയേണ്ട കാര്യങ്ങൾ കറക്റ്റ്, അതിപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് എന്തായാലും അത് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങിയതൊക്കെ അതിനുശേഷമാണ്. അങ്ങനെയാണ് അതിനുശേഷം. ഇപ്പം സിനിമയുടെ കാര്യം വന്നുകൊണ്ട് ചോദിക്കുകയാണ്, പച്ചമാക, നദികളിൽ സുന്ദരി യമുന തുടങ്ങിയ സിനിമകളിലൊക്കെ അല്പം എക്സ്പോസീവ് ആയിട്ടുള്ള വേഷങ്ങളാണ് ചെയ്തിട്ടത്. അപ്പം അത്തരത്തിലുള്ള വേഷങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നു തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ടൈപ്പ് കാസ്റ്റിംഗ് അതൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം ഞാൻ ഒഴിവാക്കിയ സിനിമകളെല്ലാം അങ്ങനത്തെ ആയിരുന്നു. അതിന് ശേഷം ഒഴിവാക്കിയത്. കാരണം ആ ടൈപ്പ് കാസ്റ്റിംഗ് വരുമെന്ന്, കാരണം വേലക്കാരി ജാനു, മറ്റേ കോൺസ്റ്റബിൾ കുട്ടൻപിള്ള എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ ആ ക്യാരക്ടർ പലരും അതുപോലത്തെ ക്യാരക്ടർ ചെയ്തിട്ടും അതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് തോന്നുന്നു റീച്ച് എനിക്കുള്ളത് കൊണ്ടായിരിക്കും അങ്ങനത്തെ ക്യാരക്ടർ. ചിലപ്പോൾ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ആയിരിക്കാം, ചിലപ്പം ഫേഷ്യൽ എക്സ്പ്രഷനോ അതിന് എനിക്കറിയില്ല കണ്ണിൻ്റെ അട്രാക്ഷൻ എന്താണെന്ന് അറിയത്തില്ല എന്തുകൊണ്ടാണ്. എന്നാൽ എല്ലാവരും അത് ചെയ്യുന്നതല്ലേ, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് പലരും ചെയ്യുന്നത്. പക്ഷേ ഞാൻ 25ഓളം സിനിമകളിൽ 2 സിനിമയും ഇങ്ങനെ ഞാൻ ഒരു ചെറിയ എക്സ്പോസിങ് വന്നിട്ടുള്ളൂ. അപ്പം ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊന്നും അവർ ഓർക്കാതെ ഇത് മാത്രം ഓർക്കുന്നത് അത് മതി എന്നുള്ളത് കൊണ്ടല്ലേ. ഞാൻ ഇപ്പം കെയർഫുൾ പോലീസായിട്ട് ചെയ്തു, മറ്റേ എന്താണ് റോസാപ്പൂവിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റോസാപ്പൂവിലാണ് ഫസ്റ്റ് ചെയ്യണം, അതിനുശേഷം അത് ചെയ്യണേ. പിന്നെ പക്ഷേ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് മാത്രമേ ആൾക്കാർ കണ്ണിൽ പെടുന്നുള്ളൂ. മറ്റതൊക്കെ ഞാനിപ്പോൾ 2 ദിവസം മുമ്പേണ് എന്താണ് പ്രണയമീനുകളുടെ കടലിൽ ലക്ഷദ്വീപിലെ പോലീസായിട്ട് മറിയുമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത്. അപ്പം അതിപ്പോൾ 2 ദിവസം മുമ്പേ ഞാൻ അവരുടെ മഴവിൽ മനോരമയുടെ അതിൻ്റെ ഒരു ക്ലിപ്പ് ബൈറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, പതപ്പിക്കല്ലേ മറിയുമ എന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ ചെറിയൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും തിരിച്ചറിയും, ഇതിൽ ഇപ്പോഴായിരിക്കും തിരിച്ചറിയണം. അത് ഞാൻ ചെയ്ത് 3 വർഷം കഴിഞ്ഞിട്ട് ഒരാളും എന്നെ വിളിച്ചിട്ട് കണ്ടിട്ട് മനസ്സിലായി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആകാശം മിഠായിയിൽ ഞാനത് ടിപ്പിക്കൽ ഒരു ഇതായിട്ടാണ് ചെയ്തിട്ടുള്ള, ഒരു നാത്തൂനായിട്ട്, ഒരു ഇനിയുടെ നാത്തൂനായിട്ടുള്ള ഒരു സാധാ ഒരു പെൺകുട്ടിയായിട്ട് ടാനൊക്കെ അടിച്ചിട്ടാണ് ചെയ്തത്. ഒരാൾക്ക് തന്നെ മനസ്സിലായില്ല, ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. അതുപോലെ ചെയ്യുന്ന ഞാൻ പല രീതിയിൽ ബ്രാഹ്മിൻ ഗേളായിട്ട് ചെയ്തു, പോലീസായിട്ട് ചെയ്തു, ഇതേപോലെ സാധാരണ വീട്ടമ്മയായിട്ട് ചെയ്തു, അതിൽ ക്ലോസ് ഷോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു മനുഷ്യനെ എന്നെ ഇതാവുന്നില്ല. അവർക്കപ്പം ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്താലേ ആ ജിപ്സാ ബീഗം ഒന്ന് മനസ്സിലാവുള്ളൂ. എൻ്റെ പ്രശ്നമല്ലത്. തുടക്കക്കാർക്ക് പലർക്കും സിനിമയിൽ നിന്ന് പല മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പലപ്പോഴായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ആ മോശം അനുഭവമാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്. അത്ര വലിയ ഈസി അല്ല എന്നുള്ളതും സ്ട്രഗ്ലിങ്. അങ്ങനെ പറയുമ്പോൾ രസകരമായിട്ടൊരു സംഭവമുണ്ട്. ഇപ്പോൾ രസമായിട്ട് ഇങ്ങനെ പറയണമെങ്കിലും അന്നൊരു വലിയൊരു രസമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു. ഞാൻ പഴയ സംഭവങ്ങളൊന്നും അങ്ങനെ മനസ്സിൽ
എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അങ്ങനെ ഓർത്ത് വയ്ക്കുന്ന ഒരാളല്ല. അപ്പം ഞാൻ പലരെയും വിളിച്ചിട്ട് ചാൻസ് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്ത് കാസ്റ്റിംഗ് കോളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ കാണും, അതിൽ കോൾ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യുമ്പോഴത്തേക്കും അതൊന്നും കാണുകയൊന്നും ഉണ്ടാവത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പല കാസ്റ്റിംഗ് കോൾ വരുമ്പോഴും ഞാൻ വിളിച്ചു. അപ്പോൾ അതിന് ആരോ എന്നെ തിരിച്ച് വിളിച്ചിട്ട്, കാസ്റ്റിംഗ് കോളിന് മാത്രമേ ഞാൻ സേവ് ചെയ്യാറുള്ളൂ, പേര് സേവ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യുമല്ലോ ആ സിനിമ കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ ചേച്ചി ഇങ്ങനെ ഫോട്ടോസ് അയച്ചു കൊടുത്തപ്പോഴത്തേക്കും ചേച്ചി ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മോളുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, എല്ലാവരും എന്നെ ചെറുതിലെ തൊട്ട് ചേച്ചി എന്നാണ് വിളിക്കും, ചേച്ചി താത്ത എന്നുള്ളൊരു ആ റെസ്പെക്ട് കിട്ടും. എൻ്റെയും ഒരു ആ ഒരു ഇൻറ്റൻഷനോട് കൂടി തന്നെയാണ് ഞാൻ അവളെ എവിടെയും ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് റെസ്പെക്ട് എവിടെയും കിട്ടണം എന്നുള്ളത് എനിക്കത് വേണം എന്ന് എനിക്കിത് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്നെ എല്ലാവരും എടിപൊടി എന്ന് വിളിക്കുന്നത് എനിക്ക് തീരെ വലിയ താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അപ്പോൾ ഞാൻ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഇത് സെക്കൻഡ് ലീഡാണ് ക്യാരക്ടർ, മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്തി ക്യാരക്ടറാണ്. അപ്പോൾ ഇതിപ്പോൾ 2015 കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഇത്രയും വർഷമായി. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും അറിയാം, ഫിലിം ഫീൽഡിലുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പോൾ പറഞ്ഞു, പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ മോനെ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഞാൻ അനിയനെ പോലെ സംസാരിക്കും, എത്ര പ്രായം ഉണ്ടെന്നോ ഒന്നും അറിയത്തില്ല. അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവർ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ ആരാ പറയുന്നത്, ഡയറക്ടറാണോ അതേ പ്രൊഡ്യൂസറാണോ? അപ്പോൾ പ്രൊഡ്യൂസർ പറയുന്നുണ്ടെന്ന്. അപ്പം അന്ന് എനിക്ക് സിനിമയിലുള്ള ആരുടെ ഇന്നിപ്പം ഉള്ള ആരുടെ പേര് പറഞ്ഞാലും എൻ്റെ മൈൻഡിൽ നിൽക്കും. അന്നത്തുള്ള ഒരു കാര്യങ്ങളും ആ സമയങ്ങളിലുള്ള ഒരു കാര്യങ്ങളും എൻ്റെ മൈൻഡിൽ നിൽക്കില്ല. കാരണം ആരെയും എനിക്കന്ന് പരിചയമില്ലാത്തത് കൊണ്ട് പേര് കേട്ടപ്പോഴും വിടുന്നുള്ളത്. അപ്പം അത് പ്രൊഡ്യൂസർക്ക് ഇത് വേണം, അഡ്ജസ്റ്റ്മെൻറ്റ് വേണം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ അത് ചേച്ചി അത് ഫിലിം ആകുമ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്, കീഴ്വഴക്കമൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പം ശരി ഓക്കെ. അപ്പോൾ മീൻസ് ഇതിൽ ആണുങ്ങളില്ലേ എന്ന് ചോദിച്ചു. പെണ്ണുങ്ങൾക്കൊക്കെ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇപ്പോൾ അഭിനയിക്കണൊക്കെ നിങ്ങൾ ക്യാഷ് പേയ്മെൻ്റ് ഒക്കെ കൊടുക്കും, പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റും വേണം. ഞാൻ ചോദിച്ചാൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്കോ ബാക്കി പെണ്ണുങ്ങളെയൊക്കെ ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റിലാണോ നിങ്ങൾ വിളിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അത് എന്നോട് മാത്രമാണോ ചോദിക്കണം? അങ്ങനെയല്ല, അവരൊക്കെ ഓൾറെഡി അവരൊക്കെ ഓക്കെയാണ്, അവരൊക്കെ പ്രൊഡ്യൂസറിൻ്റെ ഒക്കെ ഫ്രണ്ട്സാണ്, അപ്പോൾ അവരൊക്കെ മുമ്പേ അറിയുന്നതാണ്, അതുകൊണ്ടൊന്നും അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ ചോദിച്ചു മോനെന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല കണ്ടിട്ടില്ല. പുള്ളി എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല കണ്ടിട്ടില്ല. ഫോട്ടോ കണ്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഫീൽ വരുന്ന ഫോട്ടോ ആണ്. അപ്പോൾ ഞാൻ അത്രയും നീറ്റായിട്ടും അത്രത്തോളം വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെയാണ്, കാരണം ഒരു ക്ലീവേജോ അല്ലെങ്കിൽ വേറെ രീതി ഒന്നും ഉള്ള ഫോട്ടോ അല്ല, മാന്യമായിട്ട് ഭയങ്കര മാന്യമായിട്ട് എക്സ്ട്രാ എന്ന് വെച്ചാൽ അത്രയും തെറ്റിദ്ധരിച്ചോട്ടെ ഞാൻ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു, അങ്ങനെയുള്ള ഫോട്ടോ ഒക്കെ ഞാൻ അയച്ചു കൊടുത്തത്. എന്നിട്ടും അത് കണ്ടപ്പോഴത്തേക്ക് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒരു കീഴ്വഴക്കം പോലെയാണെന്ന്. ഞാൻ ചോദിച്ചപ്പോൾ ഇതിൽ ആൺകുട്ടികൾ അഭിനയിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഉണ്ട് ചേച്ചി എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു അവർക്ക് പേയ്മെൻറ്റ് ഉണ്ടോ? ആ ചിലർക്ക് കൊണ്ട് ചിലർക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അവർക്ക് പൈസ മുടക്കിയിട്ടല്ലേ പേയ്മെൻറ്റ് കൊടുക്കുകയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേയ്മെൻറ്റ് വേണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞിരുന്നു, എനിക്ക് റെക്കമെൻഡേഷൻ വേണമെന്നില്ല, കാരണം ഇനി അതിൻ്റെ പേരിലാണ് ഇനി അങ്ങനെ ഒരു ഡിമാൻഡ് അവർ വെക്കണമെങ്കിൽ. അപ്പോൾ ഇല്ലെങ്കിലും ചാൻസ് കൊടുക്കുന്നുണ്ടല്ലോ, അവർക്കൊരു ചാൻസ് കൊടുക്കുന്നത് കൊണ്ട് ഇതാക്കണുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ആൺപിള്ളേർക്ക് ഈ ആണുങ്ങൾക്ക് സാലറി കൊടുക്കുന്നവർക്ക് പുള്ളി എങ്ങനെ മുതലാക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പെണ്ണുങ്ങൾക്ക് സാലറി കൊടുക്കണം, പുള്ളി പൈസ ഇറക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ചേച്ചി അത് പുള്ളി പൈസ കൊടുക്കുന്നതല്ലേ, അപ്പോൾ പുള്ളിയല്ലേ പൈസ ഇറക്കുന്നത്, അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട്. പക്ഷേ അതിന് ശേഷം ഞാനൊന്നും വേറെ ആരും എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ആമ്പിളരെ എങ്ങനെ മുതലാക്കും, പുള്ളിയുടെ വൈഫിനെ കൊണ്ടുപോയിട്ട് സെക്ഷൽ റിലേഷൻ ചെയ്യിക്കുമെന്ന് വെച്ചു. പുള്ളി ആണുങ്ങളെ മുതലാക്കണമല്ലോ, പെണ്ണുങ്ങളെ മാത്രം മുതലാക്കിയാൽ പോരല്ലോ. അപ്പോൾ ആ പുള്ളി അതെങ്ങനെ മുതലാക്കുമെന്ന് ചോദിച്ചു. അതേ പുള്ളി തന്നെ ഗേ ആയിട്ട് ഞാൻ ചോദിച്ച വാക്ക് കുണ്ടനടിക്കുമെന്നാണ് ചോദിച്ചു. ഞാനിങ്ങനെ ചോദിച്ചത് കാരണം അതിൽ കൂടുതലത് ഇതായിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡോട് കൂടിയിട്ടൊന്നും മര്യാദയൊന്നും അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. എന്നോട് ചോദിച്ചതിനുള്ള മറുപടി അതേ ഉള്ളൂ. അപ്പോൾ അതേ നാണയത്തിൽ തന്നെ ഞാൻ എല്ലാവർക്കും എപ്പോഴും മറുപടി കൊടുക്കാറുള്ള ഒരാളാണ്. അങ്ങനെ തന്നെ ഞാൻ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ചേച്ചി അങ്ങനെയല്ല, ചേച്ചി ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സോറി. ഞാൻ പറഞ്ഞ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരാരാണ് എന്താണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ സംസാരിക്കാനുള്ളത്. കാരണം ചിലർ നിവൃത്തികേട് കൊണ്ടായിരിക്കും ചിലപ്പോൾ സമ്മതിക്കുന്നത്, ചിലപ്പോൾ എന്ന് വെച്ചാൽ അതോടുകൂടി തലവരെ മാറുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ ആർഭാടെ ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും, പലർക്കും പല കാരണങ്ങളായിരിക്കാം. അല്ലെങ്കിൽ പിറ്റേന്ന് ഭയങ്കര സ്റ്റാറായി ആവും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടൊക്കെ പല പെൺപിള്ളേരും ഇതിനൊക്കെ വഴങ്ങി കൊടുക്കണം. എന്ന് വെച്ചിട്ട് എല്ലാവരോടും അങ്ങനെ ചാടിക്കയറി ചോദിക്കുന്നത് നിങ്ങൾ എന്തിൻ്റെ ധൈര്യത്തിലാണെന്ന് വെച്ചാൽ ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടാൽ എന്തായിരിക്കും. അങ്ങനെ ഭയങ്കര കാലുപിടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ കാസ്റ്റിംഗ് കോൾ നിന്നാണ് അന്ന് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനുശേഷമൊന്നും പിന്നെ മാത്രമല്ല ഇതിപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രോങ് ആണെന്ന് കണ്ടാൽ ആരും പിന്നെ കൂടുതൽ അടുക്കത്തില്ല. നമ്മൾ അത്രയും നല്ല സ്ട്രോങ് ആണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധമുള്ള പ്രശ്നങ്ങളൊക്കെ
തട്ടിമാറും. അവർ അതിനുള്ള ധൈര്യമൊന്നും ആർക്കും ഇല്ലാന്ന്. ഇപ്പോ വസ്ത്രത്തിന്റെ പേരിലായിരിക്കും ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ളത് ഒരുപാട് അല്ലേ? ഈ സ്ത്രീകള് ശരീരം അവിടെ ഇവിടെയും കാണിച്ചുള്ള വസ്ത്രം ധരിച്ച അവര് പിഴകളൊന്നും, അപ്പൊ ഞാൻ നേരത്തെ പുരുഷന്മാര് മാറും വേറും കാണിച്ചത് മാസം എന്നും പറയുന്നൊരു സമൂഹമാണ് നമ്മുടേത്. അതേപോലെ ബെഡ് സീനിൽ സ്ത്രീ അഭിനയിക്കുമ്പം ഒരു അഭിനേത്രി അഭിനയിക്കുമ്പോൾ അവര് മാത്രം പോക്ക് കേസെന്നും. അപ്പം അപ്പോഴും അവിടെ സേഫ് ആവുന്നത് പുരുഷനാണ്. അഭിനയിച്ച പുരുഷന് കുഴപ്പമില്ല, സ്ത്രീക്ക് കൂടെ അഭിനയിച്ച പെണ്ണിനെ മാത്രമേ മോശം പറയുള്ളൂ. ഇപ്പൊ സ്വാസികയുടെ മറ്റേ ചതുരത്തിലും മറ്റേ എന്താ ഉടലിതും പച്ചമംഗല എൻ്റെ ഇതും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പൊ കൂടെ ഒരു ആണ് അഭിനയിച്ചതിന് ഒരാളും ഒരു മോശം പറയുന്നില്ല. പെണ്ണിനെ മാത്രമേ എപ്പോഴും ഇതേപോലെയുള്ള അത്രയും അധിക്ഷേപിക്കുകയും ഇത്രയും മോശമായിട്ട് ഇത്രയും ആവാസകരമായിട്ടൊക്കെ പെണ്ണിനെ മാത്രമേ എല്ലാവരും, കാരണം പെണ്ണിന്റെ തോളിക്കയറാൻ ഭയങ്കര ഈസി എല്ലാവർക്കും, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അതെന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പെണ്ണും ഓപ്പോസിറ്റ് ഒരു ആണും കൂടി ഉണ്ടായിട്ടാണ് അങ്ങനെ ഒരു ബെഡ്റൂം സീനുള്ളത്. പിന്നെ മാത്രമല്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഫോട്ടോസ് മാക്സിമം അത്ര ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ, മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെയുള്ള ഡീസൻസി കീപ്പ് ചെയ്യുന്ന ഡ്രസ്സ് എന്ന് പറയില്ല, അതുപോലത്തെ ഡ്രസ്സിലുള്ള ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് എന്നോട് ചോദിച്ചു അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്നൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിപ്പം എൻ്റെ FB-ലും പരസ്യമായിട്ടിരുന്ന അതിനുശേഷം ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ വസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഒരു സ്ലീവ്ലെസ് ഇട്ട ഒരു വസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിപരമായ ജീവിതം കൊണ്ടോ ഒന്നല്ല നമ്മൾ ആരും ഇതാക്കുന്നത്. അതിപ്പോൾ നമ്മൾ എന്ത് മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും നമ്മളെ പറയേണ്ടവർ പറയും. അതിൽ വലിയ കാര്യമില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പം ഈ ചിലർ പറയുന്നുണ്ട് ഡ്രസ്സിന്റെ വലിപ്പം കുറയുന്നതുകൊണ്ടാണ് പീഡനം വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം ഈ കുഞ്ഞു കുട്ടികളെ, അതാണ് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ അമ്മമ്മമാർ വരെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ പർദ്ദ ഇട്ടവർ മുതൽ ബിക്കിനി ഇട്ടവർ വരെ. അപ്പോൾ ഈ റീൽസിലും നമ്മുടെ സിനിമയ്ക്ക് നമ്മളിപ്പോൾ TV ഓൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ സിനിമാ നടിമാർ അപ്പോൾ അതിൽ കാണിക്കുക, അവരൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ റീൽസിലെല്ലാം അവരെല്ലാവരും കണ്ട് ആസ്വദിക്കുന്നത്. പക്ഷെ അല്ലാതെ വരുമ്പോഴത്തേക്ക് മാത്രമേ അവർക്ക് എന്താ ഇത്ര പ്രശ്നം? അല്ല, ശരിക്കും ഈ പറഞ്ഞ വസ്ത്രമോ സമയമോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ ഈ ഇട്ടാവട്ടം മാത്രമല്ല, ഇപ്പൊ സിറ്റികളിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ പുറം ഇപ്പൊ GCC പോലുള്ള രാഷ്ട്രങ്ങളിലാണെങ്കിൽ പോലും അറബ് എമിറേറ്റ്സ് ആണ്. അപ്പോൾ അവിടെയൊക്കെ ദുബൈയൊക്കെ, അപ്പോൾ അവിടെയൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. ആരും അതിൻ്റെ രീതിയിൽ ഒരു മനുഷ്യനെ ആർക്ക് നോക്കാൻ പോയിട്ട് ഒന്നിനുമുള്ള സമയം അവിടെ ഇല്ല. ഒരു ഫ്ലാറ്റിൽ 3 ബെഡ്റൂം ആണെങ്കിൽ 3-ൽ 3 ഫാമിലി ആയിരിക്കും. അതിൽ പലരും പല തരത്തിലുള്ള ഡ്രസ്സിങ് ആയിരിക്കും. ആരും വായി നോക്കി നിൽക്കുകയോ അല്ലെങ്കിൽ അവർ പക്ഷെ ഇത്രയും ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആൾക്കാർ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഡീസൻ്റ്. ശരിക്കും നമ്മുടെ ഇവിടെ മാറേണ്ട ഒരു കാര്യമാണത്. കാരണം എന്താ വെച്ചാൽ ഒരു സ്ത്രീയുടെ ശരീരഭാഗം കണ്ട കാമം മാത്രം ഉണരുന്നത് ഒരു സെക്സ് എഡ്യൂക്കേഷന്റെ കുറവ്. വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയം ഇല്ലാത്ത ആൾക്കാരുടെ, എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ, വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയം ഇല്ലാത്ത ആൾക്കാർ ഈ നാട്ടിൽ നിന്ന് പുറം നാട്ടിലോട്ട് പോയിട്ടുള്ള ഈ ഫോറിൻ കൺട്രീസിൽ അല്ലെങ്കിൽ ഇതുപോലെ ഈ GCC-ലൊന്നും പോയിട്ടുള്ള ആൾക്കാരൊന്നും എനിക്ക് തോന്നണില്ല അങ്ങനെ ആൾക്കാരെ വിലയിരുത്തുമെന്ന്. കാരണം അവർ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ നിലപാട്, നമ്മളുടെ കാഴ്ചപ്പാട്, നമ്മളെന്താണ് പറയുന്നത്, നമ്മളുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരാളെ വിലയിരുത്തേണ്ടത്. ഡ്രസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകുന്ന ഒക്കേഷനനുസരിച്ചിട്ടാണ്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ്, പിന്നെ ആ സമയത്ത് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതാണെന്ന് നോക്കിയിട്ടാണ് ഞാൻ ഡ്രസ്സ് ചെയ്യുന്നത്. അല്ലാതെ അതെ, കാരണം എന്ന് വെച്ചാൽ അത് ആണിൻ്റെ ആണെങ്കിലും പെണ്ണിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ശരി, അത് നോക്കിയപ്പോൾ എനിക്ക് ഒരു ഫാഷൻ ഡിസൈനറും ഒരു ഹോസ്റ്റസൊക്കെ ആയിട്ടുള്ള എനിക്കിപ്പോൾ മറ്റൊരാളുടെ പെർമിഷൻ വേണോ എന്ത് ധരിക്കണമെന്ന്, അല്ലെങ്കിൽ ഒരാളുടെ ഔദാര്യം വേണോ എനിക്ക് ഏത് ഡ്രസ്സ് ധരിക്കണമെന്ന്? ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് സ്ലീവ്ലെസ് വിട്ട് ഞാൻ ക്ലീവേജും കാണിച്ച് നേവലും കാണിച്ച് ഞാൻ പോകാറില്ല. ഞാൻ അമ്പലത്തിൽ പോകുന്ന സമയത്ത് എനിക്കറിയാം അവിടെ എന്ത് ഡ്രസ്സ് ധരിക്കണം എന്ന് എനിക്കറിയാം. ഞാൻ ധാവണിയോ അല്ലെങ്കിൽ സെറ്റ് സാരിയോ അല്ലെങ്കിൽ എന്താ പറയുക അതുപോലുള്ളൊരു മീൻസ് കേരള ട്രഡീഷണൽ ഡ്രസ്സ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഞാൻ ബീച്ചിൽ പോകുമ്പോഴത്തേക്ക് എടുത്ത ഡ്രസ്സല്ല ഞാൻ ഗ്രോസറി പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ മേടിക്കുന്നത്. ഞാനൊരു കല്യാണത്തിന് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സല്ല. അപ്പോൾ എനിക്കറിയാം കാഷ്വൽ വെയർ ഏതാണെന്നും പാർട്ടി വെയർ ഏതാണെന്നും ഫോമൽ വെയർ ഏതാണെന്നും. ഞാനിപ്പോൾ ഏവിയേഷൻ ടൈമിൽ ഫുൾ ഫോമൽ വെയർ മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് വേറെ ഒരു ടൈപ്പ് ഡ്രസ്സ് നമുക്ക് യൂസ് ചെയ്യാൻ ഇല്ല, കാരണം നമുക്ക് ഡ്രസ് കോഡ് ഉണ്ട്, നമുക്ക് യൂണിഫോം ഉണ്ട്. അപ്പം അത് അല്ലാത്ത സമയത്തും അങ്ങനെ തന്നെ. അപ്പം എനിക്കറിയാം എന്ത് ചെയ്യണം, ഏത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് എനിക്കറിയാം. ഇപ്പം ഞാൻ പർദ്ദ ഇടാറുണ്ട്, മഫ്ത യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ പോകുന്ന ഫംഗ്ഷൻ എന്താണോ അതിനനുസരിച്ചിട്ടാണ് ഞാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിന് മറ്റൊരാളൊന്നും പറയേണ്ട ആവശ്യമില്ല. കാര്യം വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന പോളിസിയാണ് ജിപ്സയ്ക്കുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ചന്ദനക്കുറി തൊടുമ്പോൾ ഒരു വിഭാഗവും അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുമ്പോൾ മറ്റൊരു വിഭാഗവും കമന്റ് ബോക്സിൽ വന്നിട്ട് മുറവിളി കൂട്ടുന്നത് സ്ഥിരമാണ്. എപ്പോഴെങ്കിലും ഈ മതത്തിന്റെ ചട്ടക്കൂട് ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ടോ? ബാധ്യത എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറച്ച് ആൾക്കാർക്കാണ് അവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ബാധ്യത.
അല്ലേ? അല്ലാത്ത ആൾക്കാർക്കൊന്നും ഇതൊരു ബാധ്യത. ഇപ്പൊ മമ്മൂക്കാക്കോ സിദ്ദീഖാക്കോ മാമുക്കോയ്ക്കോ ഒന്നും ഇല്ലാത്ത ബാധ്യത എനിക്ക് വരേണ്ട ആവശ്യമുണ്ടോ? അവരൊക്കെ എത്രയോ സീനിയർ ആയിട്ടുള്ള അവരൊക്കെ പൊട്ടിട്ടിട്ടും കുറിയിട്ടിട്ടും അമ്പലത്തിൽ കയറിയിട്ട് ഇപ്പൊ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പകരം ഇപ്പൊ ഞാൻ ആളിന് മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്കും വെറും അത് പതിച്ച അത്രയും ആഭാസകരമായിട്ടുള്ള അത്രയും വൃത്തികെട്ട രീതിയിൽ അടിച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റ്സ് പറയേണ്ട എന്താണ് ആവശ്യമുള്ളത്? അപ്പൊ പുള്ളി മുസ്ലിമാണ്, ഞാനും മുസ്ലിമാണ്. അപ്പൊ എന്നതിപ്പോ എല്ലാവരും പലരും എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, നിങ്ങൾ മുസ്ലിമാണോ, നിങ്ങൾ ഹിന്ദു ആണോ? ഞാനൊരു ഹ്യൂമനാണ്, ഞാൻ ഹ്യൂമൻ ബീങ്. അല്ല ഞാൻ മുസ്ലിമോ ഹിന്ദുവോ എന്ന് ഞാൻ എൻ്റെ മോളുടെ സ്കൂളിലാണെങ്കിലും ഞാൻ ഇതുവരെ നില്ല കൊടുത്തിരിക്കുന്നത്. ഒരു ടീച്ചേഴ്സ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ടില്ല ഏതാ റീജിയൻ ഏതാ കാസ്റ്റ് ഏതാന്ന് നോക്കുമ്പോൾ ഞാൻ നില്ല കൊടുക്കും. അന്ന് തൊട്ട് അവളിപ്പോൾ ഇതുവരെയുള്ള സ്റ്റാൻഡേർഡിൽ ഞാൻ അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലും ടീച്ചേഴ്സ് എന്നെ വിളിക്കട്ടെ, കാരണം അത് കാസ്റ്റ് ഏതാന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പഠിപ്പിക്കില്ലേ എന്ന് എനിക്കത് ചോദിക്കണം. അത് പക്ഷെ ഒരു സ്കൂളിലും അങ്ങനെ ചോദിച്ചിട്ടുമില്ല. കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. എൻ്റെ ഫ്രണ്ട് സർക്കിള് പല ആൾക്കാരുണ്ട്, പാവപ്പെട്ടവരാണോ പണക്കാരാണോ അവരുടെ ജോലി ഏതാണ് എന്ന് നോക്കിയിട്ടല്ല ഞാൻ ആരുമായിട്ട് കൂട്ടുകൂടുന്നത്. ഇതൊക്കെ അവരുടെ നിലപാടും വ്യക്തിത്വവും അവരുടെ എന്താണ് അവരെന്നോട് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ പലരും എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ വയ്ക്കാറ്. അല്ലാതെ അവരേത് ജാതിയാണ്, ഏത് മതമാണ്, ഏത് രാഷ്ട്രീയമാണ് എന്നൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ ഇതുവരെയും ഒന്നിനെയും ഞാൻ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയുന്ന ഒരാളല്ല. എന്ത് കാര്യത്തിൽ പ്രതികരിക്കുന്ന ഒരാളാണ്. നിങ്ങളിപ്പം നിങ്ങളുടെ വേറെ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് പലരെയും പോലെ സെലക്റ്റീവ് ആയിട്ടല്ല, എല്ലാ കാര്യത്തിലും ഒരുപോലെ പ്രതികരിക്കും. അപ്പോൾ രാഷ്ട്രീയമോ മതമോ എന്തോ ആയിക്കോട്ടെ, ആണോ പെണ്ണോ എന്ത് വിഷയം എന്തായാലും ഒരുപോലെ പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ എപ്പോഴും ബാൻ കിട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എപ്പോഴെങ്കിലും അത്തരം ഭീഷണികൾ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിലിരുന്ന് ഈ മറ്റുള്ളവരെ ഭയങ്കര മോശമായിട്ട് ഈ തേജോവധം ചെയ്യുന്ന ആൾക്കാർക്ക് മുഖമോ ഭൂരിപക്ഷം പേർക്കും മുഖമോ മേൽവിലാസമോ ഒന്നും ഉണ്ടാവത്തില്ല, പ്രൊഫൈൽ ലോക്ക്ഡോ ആയിരിക്കും. അല്ലാതെ അവർക്ക് പുറത്തൊരാളെ കാണുമ്പോഴത്തേക്ക് വന്ന് നേരിട്ട് സംസാരിക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല. മിക്കുള്ളവർക്കും ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ല, ഒരു മതത്തിനെയും ഞാൻ എന്തോ പിന്തുണച്ചിട്ടോ എന്താക്കിട്ടോ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഒരു കാര്യത്തിനും സെലക്റ്റീവായിട്ട് മറുപടി പറയുന്ന ഒരാളും അല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന എന്താണോ കാര്യങ്ങൾ അത് ഞാൻ പറയും. അത് ആരുടെ മുൻപിലാണെങ്കിലും ശരി, അതിലവിടെ എന്ത് നഷ്ടം വന്നാലും ഞാൻ അത് എന്നെ ബാധിക്കുന്ന കാര്യമില്ല, ഞാൻ അത് നോക്കാറുമില്ല. അവിടെ എന്ത് നഷ്ടം വരുന്നു, അതിൽ എന്ത് ബുദ്ധിമുട്ട് വരുന്നു എന്നുള്ളത് നോക്കട്ടെ. കാരണം എനിക്ക് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തിയിട്ടോ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തിയിട്ടോ ഒന്നും എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. കാരണം ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ച് ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ മറ്റുള്ളവരെ ഒരു മനുഷ്യനെയും ഞാൻ ഔദാര്യത്തിലോ അവരുടെ കീഴിലോ ജീവിക്കത്തിടത്തോളം കാലം എനിക്ക് എൻ്റെ നിലപാടുകൾ ആരെയും കൂസാതെ തന്നെ ധൈര്യത്തോടുകൂടി പറയാം, എവിടെയും പറയാം. അതുപോലെ താങ്കളുടെ സോഷ്യൽ മീഡിയ ബയോയിൽ കണ്ടിട്ടുണ്ട്, ഞാനൊരു ഫെമിനിസ്റ്റ് ആണ് പക്ഷെ ഒരു ഫെമിനിറ്റി അല്ല. അതെന്താണ് അങ്ങനെ ഒരു ബയോ? ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്ത്രീ സമത്വവാദി, അല്ലെങ്കിൽ ഇപ്പം സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീ വിമോചന അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലായിട്ടാണ് ഈ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആധികാരികമായിട്ടൊന്നും പറയാതെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഇപ്പം നമ്മളുടെ കാലിൽ കിടക്കുന്ന ചങ്ങല നമ്മൾ പൊട്ടിച്ച് എറിഞ്ഞിട്ട് നമ്മളുടേതായിട്ടുള്ള വ്യക്തിത്വത്തോട് ജീവിക്കുക എന്ന് വെച്ചാൽ തോന്നിയാസം കാണിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമില്ല. ഇപ്പോൾ ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തും അങ്ങനെയല്ല. അപ്പം നമ്മളുടെ മൂല്യങ്ങളോട് കൂടിയിട്ട് നമ്മളുടെ എന്താ പറയുക വ്യക്തിത്വത്തോട് കൂടിയിട്ട് ഇപ്പം ഞാൻ എൻ്റെ കറണ്ട് ബില്ല് ഞാൻ കൊടുക്കുന്നു, എൻ്റെ വീടിൻ്റെ വാടക ഞാൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു വീട് വെക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്, എൻ്റെ ചിലവുകൾ മുഴുവൻ ഞാൻ എടുക്കുന്നുണ്ട്. ഈ നിമിഷം വരെ ഞാൻ ഒരാളെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഒരാണിൻ്റെയും എന്താ പറയുക ഔദാര്യം ഞാൻ ഇതാക്കില്ല. ഞാൻ ജോലി ചെയ്ത് ഞാൻ ജീവിച്ചിട്ടുള്ളൂ, അന്നും ഇന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആടെന്ന് ഒരു മൊട്ടുസൂചിയുടെ മുതൽ പോലെ ഗിഫ്റ്റ് പോലും ഞാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പറഞ്ഞു വരണത് അതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഫെമിനിസ്റ്റ് ആണ്. അത് എന്തുകൊണ്ടെന്നാണ് ഇപ്പൊ ഈ പറഞ്ഞത്. കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കാൻ പ്രാപ്തിയാണ്. ഇപ്പം അതുകൊണ്ട് ഞാനൊരു നല്ലൊരു ഫെമിനിസ്റ്റ് ആണ്. എനിക്ക് ഒരു സംശയമില്ല, എല്ലാവർക്കും അറിയാൻ ചെയ്യാം. ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോഴും നമുക്ക് സ്വന്തമായിട്ടൊരു കഴിവില്ലാതെയോ അല്ലെങ്കിൽ നമ്മളൊരാൾ 10 പേര് നമ്മളെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടോ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടോ ഒരു കഴിവും ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ
എന്തെങ്കിലും കഴിവുള്ള ആണുങ്ങളുടെ മെക്കിട്ട് കയറിയിട്ടും അവരെ ബുദ്ധിമുട്ടിച്ചിട്ടോ അവരെ പറ്റി മോശം പറഞ്ഞിട്ടോ അവരെ ഏതെങ്കിലും രീതിയിൽ ഇതാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ 10 പേര് മീൻസ് ഈ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നെ എവിടെയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു പ്രഹസനമായിട്ടാണ് എനിക്ക് ഫെമിനിറ്റി എന്ന് പറയുന്നവരോട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, അതിന്റെ ശരി ഫെമിനിസ്റ്റ് എന്നുള്ള വാക്കിന്റെ ശരിക്കുമുള്ള അർത്ഥം പോലും ഇന്ന് മാറിപ്പോയി. കാരണം ശരിക്കും ഫെമിനിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അർത്ഥം. ഞാൻ മനസ്സിലാക്കിയിട്ട് അർത്ഥം അതാണ്. അത് സാധാരണക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പം വരാൻ പ്രധാന കാരണം നിങ്ങൾ സിനിമാക്കാരിൽ കുറച്ച് പേര് തന്നെയല്ലേ? ഇതെല്ലാം ഞാൻ പറഞ്ഞു. കാരണം സിനിമാക്കാരെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളുടെ ഇട്ടാവട്ടത്ത് കിടന്ന് എന്ത് ചെയ്താലും അത് അറിയില്ല. അത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സിനിമാക്കാർ ചെയ്യുമ്പോഴേ അത് 10 പേരെ അറിയുള്ളൂ. അതെന്ത് കാര്യത്തിലും അങ്ങനെയാണ്. അപ്പം സിനിമാക്കാർ ആണെങ്കിൽ പോലും ഇപ്പം കുറച്ച് നാൾ ആരും ഫീൽഡ് ഔട്ട് ആവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതാവുകയോ ചെയ്യുമ്പോൾ എന്ന സമയത്താണ് അവർ കൂടുതലും ഇതുപോലെയുള്ള നിലപാടെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല. ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ഫെമിനിസ്റ്റുകളെല്ലാം സ്വന്തമായിട്ട് ജീവിക്കുന്നത്, അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്തവരാണ്. അവരുടെ കാര്യം നോക്കുന്നുണ്ട്, അവരുടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്നുണ്ട്, അവരുടെ മക്കളെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന എല്ലാ പെണ്ണുങ്ങളും ഫെമിനിസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പം എനിക്ക് തന്നെ ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ എവള് ഫെമിനിസ്റ്റ് ആണല്ലേ എന്ന് വെച്ചാൽ വേറൊരു രീതിയിലാണ് നമ്മളെ കാണുന്നത്. ഞാൻ അതുകൊണ്ട് എൻ്റെ ബയോയിൽ നിന്ന് ഫെമിനിസ്റ്റ് എന്നൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഉദാഹരണങ്ങളും പറയാൻ സാധിക്കും മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ? മലയാള സിനിമയെന്ന് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഫെമിനിസ്റ്റുകൾക്കല്ല, ഫെമിനിസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോര് തന്നെ പറഞ്ഞു കിടക്കില്ല ഞാൻ ഫെമിനിസ്റ്റിയാണ്. ഇപ്പോൾ ഓരോ ഒട്ടപ്പൊട്ടോ ഓരോ വലിയ കണ്ടോ ഒരു ഉണ്ടക്കെട്ടൊക്കെ കെട്ടിയെന്ന് വെച്ച് നമ്മളിപ്പോൾ ഫെമിനിസ്റ്റിനെ ആർക്കും ഞാൻ ഇതാണെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ പ്രവൃത്തിയിൽ കൂടി നമ്മളുടെ കഴിവുകളിൽ കൂടി നമ്മൾ തെളിയിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ നിലപാടുകൾ കൂടി നമ്മളുടെ ജീവിത രീതിയിൽ കൂടി അവർ മറ്റുള്ളവർ അവൾ നല്ലൊരു ഫെമിനിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നത്. അല്ലെ നമ്മൾ ആരെയും വിളിച്ചു പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഫെമിനിസ്റ്റുകൾക്ക് പറഞ്ഞു നടക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഫെമിനിസ്റ്റിയാണ്, എന്നെ ശ്രദ്ധിക്കൂ, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും. ഈ ഫെമിനിസ്റ്റുകളെ കൊണ്ടിട്ട് ഒരു മനുഷ്യനും എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു സ്ത്രീകൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ട് എനിക്കറിയത്തില്ല. അവരെ കൊണ്ട് ആർക്കെങ്കിലും ഒരു നന്മ ഉണ്ടായിട്ട് എനിക്കറിയത്തില്ല. അവരുടെ ഒരു 10 പേര് ശ്രദ്ധിക്കണമെന്നോ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണമെന്നോ തോന്നുന്ന സമയത്ത് സെലക്റ്റീവായിട്ട് അവർക്ക് തോന്നുന്ന കുറച്ച് എന്തൊക്കെയോ വലിയ ആധികാരികമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ എനിക്ക് തോന്നിയിട്ട് അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ചലനം സംഭവിച്ചതായിട്ടോ എവിടെയെങ്കിലും ഒരു മാറ്റം സംഭവിച്ചതായിട്ടോ ആർക്കെങ്കിലും ഒരു നന്മ ഉണ്ടായതായിട്ടോ ഒന്നും എൻ്റെ അറിവിലില്ല. ഇനി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, എൻ്റെ അറിവിലില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞ ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താ ഡെഫിനേഷൻ കൊടുക്കുക? ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളായിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളുടെ കഴിവിൽ നമ്മൾക്ക് എന്താണോ കഴിവുള്ളത് ആ കഴിവിനെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ വളർത്തി നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അധ്വാനിച്ച് നമ്മളുടേതായിട്ടുള്ള ഒരു എന്താ പറയുക ജീവിത വിജയം നമ്മൾ നേടുക. അല്ലാതെ ഞാനിപ്പം വേറൊരാളുടെ ഔദാര്യത്തിൽ ജീവിച്ചിട്ട് ഞാൻ ഫെമിനിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആണെന്ന് പറയുന്ന കാര്യമില്ല. ആണുങ്ങളുടെ ഔദാര്യം വേണം, ആണുങ്ങളുടെ പൈസ വേണം, ആണുങ്ങളുടെ എന്താ പറയുക എല്ലാ പദവിയും പണമൊക്കെ അവരിൽ നിന്ന് നമുക്ക് വേണം. എല്ലാം ചെയ്തിട്ട് പിന്നെ ആണുങ്ങളെ പുച്ഛിച്ച് തള്ളി കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് ഫെമിനിസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ളത്. അല്ലാതെ എന്ന് വെച്ചാൽ ഇപ്പം അതിൻ്റെ ഉദാഹരണം ഞാൻ സ്വന്തമായിട്ട് വാടക കൊടുത്തിട്ട് ഞാൻ താമസിച്ചിട്ടുള്ളൂ. ഞാൻ വന്നിട്ട് എന്നെ ഒന്ന് കൂടെ താമസിപ്പിക്കുമെന്ന് വെച്ചിട്ട് വേറൊരുത്തൻ ഒരാണ് വാടക കൊടുക്കുന്ന സ്ഥലത്ത് പോയി താമസിച്ച് അവൻ്റെ കൂടെ കിടന്നുറങ്ങി അവൻ്റെ പിറ്റേന്നിട്ടാളെ വസ്ത്രവും അവൻ്റെ പൈസയിൽ മേടിച്ചിട്ട് ഞാൻ പോയിട്ട് ഞാനൊരു ഫെമിനിസ്റ്റിയാണ്, ഞാൻ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞാൻ ആക്ടിവിസ്റ്റാണ് എന്നൊക്കെ പറയുന്നതിൽ എന്ത് അർത്ഥം ഉണ്ടെന്ന് അറിയത്തില്ല. എന്ന് വെച്ചാൽ നമ്മളെന്താണോ നമ്മൾ സംസാരിക്കുന്നത് അത് തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതവും. അത്ര ചെറിയ സിമ്പിളായിട്ട് സാധാരണ രീതിയിൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത്. നമ്മുടെ ആര്യ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഞരമ്പൻ്റെ ലീലാവിലാസങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നിരുന്നു. അത്തരത്തിലൊരു അനുഭവം അതിന് മുന്നേ ഉണ്ടായ ഒരാളാണ് ജിപ്സ. ശരിക്കും എന്തായിരുന്നു ആ സംഭവം? എന്തായിരുന്നു ആ കേസിന്റെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒരു ദിവസം രാത്രിയിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് December 4-നായിരുന്നു സംഭവം. നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് റോങ് നമ്പർ വരുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇപ്പോൾ മെസ്സഞ്ചറിൽ വരുന്നുണ്ട്. ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറുള്ള ഒരാളല്ല. അപ്പോൾ എനിക്ക് കുറച്ചധികം ഇങ്ങനെ മെസ്സേജസ്, അത് ഞാൻ റെഗുലർ യൂസ് ചെയ്യുന്ന ഒരു നമ്പറല്ല, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീൻസ് അത് പുറത്തൊരാളുടെ കയ്യിലുള്ള നമ്പറോ ഒന്നും അല്ല. ഞാൻ വെറും ട്രാൻസാക്ഷന് വേണ്ടി മാത്രമാണ്, അതൊരു ഫാൻസി നമ്പർ കൂടിയാണ് ആ നമ്പർ ഉള്ളത്. അത് പുറത്തൊരാളുടെ കയ്യിലുള്ളതല്ല, അതിൽ അങ്ങനെ റോങ് നമ്പറോ ഒന്നും വരാത്തൊരു നമ്പറും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അതെന്തുകൊണ്ടെന്ന് ചിന്തിച്ചത്. അപ്പം അതിലോട്ട് കുറച്ച് മെസ്സേജസ് വരണോ, മെസ്സേജ് 12 മണിക്ക് ശേഷമാണ്. മെസ്സേജ് കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പം എനിക്ക് ഇൻറ്റീരിയർ വർക്ക് നടക്കുന്ന സമയത്തൊക്കെ ഞാൻ രാത്രി ഫുള്ള് ഇതുപോലെ പിറ്റേ ദിവസത്തേക്കുള്ള ഇപ്പോൾ 7 മണിയാകുമ്പോൾ 8 മണിയാകുമ്പോഴത്തേക്കും
നമുക്ക് പണിക്കാർ വരും. അപ്പോൾ അവർക്ക് അപ്പം ഞാനാണ് 2D 3D 3D Max ഒക്കെ ചെയ്യുന്നത്. അപ്പം അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഭിത്തിയിൽ വരച്ചിട്ട് കൊടുക്കില്ല. അപ്പോൾ രാത്രിയിൽ ഫുള്ളും എനിക്കിതാണ് പണി. അടുത്ത രാവിലത്തേക്കുള്ള. അപ്പോൾ രാവിലെ ഞാൻ ഇത് വരയ്ക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ആ സമയം കൂടെ വെറുതെ വേസ്റ്റ് ആവും. അപ്പം ഈ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ എത്ര മെഷർമെൻറ്റിൽ എത്രത്തോളം എങ്ങനെ ചെയ്യണം, എവിടെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ പിന്നെ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇതുപോലെ അവൻ മെസ്സേജ് അയച്ചിട്ട് ഒരു 12:45 ആയിരുന്നു, കണ്ടില്ല എന്ന് കണ്ടപ്പോൾ വീഡിയോ കോൾ ചെയ്തു. അപ്പോഴാണ് ഞാൻ ഈ ബെല്ല് കേട്ടിട്ട് ഞാൻ നോക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു ഫോട്ടോയും ഒരു വീഡിയോയും അയച്ചിട്ടുണ്ടാവും. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഫുൾ ന്യൂഡായിട്ട് എന്ന് വെച്ചാൽ ഒരു ഷെഡ്ഡി പോലും ഇല്ലെന്ന് പറയാം. അങ്ങനെ ഫുൾ ന്യൂഡായിട്ട് തന്നെ ഇതാക്കിയിട്ട് പെനീസിൻ്റെ മുമ്പിൽ ഒരു തീ കത്തുന്ന ഒരു ഇമോജി, ഫയറിൻ്റെ ഒരു ഇമോജി പെനീസിൻ്റെ അതിൽ മാത്രമായിട്ട് താഴെയായിട്ട് വെച്ചിട്ട് ഒരു ഇമോജി വെച്ച് ഒരു ഫോട്ടോ. അതിൻ്റെ തൊട്ട് താഴെ തന്നെ അവൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത്, അവൻ ഫുൾ ഇതേ ന്യൂഡായിട്ട് നിന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഇതാക്കുന്നത് ഒക്കെ ആയിട്ടൊരു വീഡിയോയും കൂടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കണ്ട് ഞാൻ ശരിക്കും പാനിക്കായി പോയി. ഇത്ര ധൈര്യത്തോടു കൂടെ ഇറ്റ്സ് മീ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും മെസ്സേജ് അയക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ആദ്യം ഹു ഇസ് ദിസ് എന്ന് വെച്ചാൽ, അപ്പം ഈ ഫോട്ടോ ഉണ്ടപ്പോൾ ചോദിച്ചു ഹു ഹലോ യു എന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് പിന്നെ വീഡിയോയും കൂടെ അയച്ച്. പിന്നെ ഞാൻ പെട്ടെന്ന് എനിക്ക് ആരോ നമ്മളെ എന്ത് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമ്മൾ ആരെങ്കിലും ഇതിൽ കൊട്ടേഷനോ എന്താണോ എന്ന് മനസ്സിലാവുന്നത്. നമ്മളിത്രയും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നു, ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നേരത്തെ എന്നോട് ചോദിച്ചില്ലേ ആരെങ്കിലും ഇതാക്കുന്നത് നേരിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന രീതി വന്നിട്ടുണ്ടോന്ന്. കാരണം ആർക്കും എന്നെ കാണാൻ പോലും കിട്ടുന്നില്ല, നേരിട്ട് കാണാൻ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഇനി അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആരെങ്കിലും പിന്നാലെ നടക്കുന്നതാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ എൻ്റെ വേറൊരു ഫോണിൽ ഇത് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കാണിക്കണമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് അവൻ്റെ മുഖം, അവൻ്റെ ബോഡിയൊക്കെ ഉണ്ട്, അവൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് ഒരുത്തൻ ചെയ്യണമെങ്കിൽ എന്തായാലും അവൻ ആദ്യമായിട്ട് ചെയ്യുന്നല്ല. അവൻ്റെ മെസ്സേജിൽ നിന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി, ആ മെസ്സേജസിൽ അവൻ ടൈപ്പ് ചെയ്യുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്, നിനക്ക് നീ ഇൻട്രസ്റ്റ് ആണ്, ഇനി കുറച്ചുകൂടി വീഡിയോസ് എനിക്ക് അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ മെസ്സേജസ് ഇങ്ങനെ വന്നിട്ട് ഞാൻ ഒക്കെ സെക്കൻഡിനുള്ളിലാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഒരാളെടുത്ത് ചെയ്യുന്നതല്ല എന്ന് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ എന്തായാലും സ്റ്റേഷനിൽ കൊടുക്കണമെന്ന്, ഫോൺ നമ്പറും ഉണ്ടല്ലോ, കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാനത് വേറൊരു ഫോണിൽ. അപ്പോൾ വൺസ് ഓപ്പൺ ആകുമ്പോൾ പിന്നെ നമുക്കതിൽ എവിഡൻസ് ഒന്നും കാണിക്കാനുണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ വേറൊരു ഫോണിൽ അതിനെ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടത്. അപ്പോൾ ഞാൻ FBയിൽ ഞാൻ പിറ്റേ ദിവസം എനിക്ക് കർട്ടൻ സെലക്ട് ചെയ്യാനൊക്കെ പോകണം. പക്ഷേ അപ്പോഴൊക്കെ ഇതെൻ്റെ മൈൻഡിലുണ്ട്. കാരണം അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് എന്നെ ആരും ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ എനിക്കതിൽ ഏറ്റവും വലിയ വിഷമം ഇത് എൻ്റെ കുഞ്ഞ് ഓപ്പൺ ചെയ്യേണ്ട ഇതാണ്, വീഡിയോ ആണ്. അപ്പം ആ സമയത്താണ് ഇത് പലർക്കും സംഭവിച്ചേക്കാമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് പോസ്റ്റ് ചെയ്തത്. പക്ഷെ പലർക്കും ഇവൻ തന്നെ പലർക്കും ഇതുപോലെ അയച്ചിട്ടുണ്ടായിരുന്നു, ഇതേപോലെ അയക്കുകയും ഇതേപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിപ്പോൾ ഒരു ഭർത്താവോ ഒരു കാമുകനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇവനുമായിട്ട് മുൻ ബന്ധമില്ല എന്ന് തോന്നൂല. കാരണം നമ്മൾ മുന്നേ ഒരു ഭയങ്കര പരിചയം ഭയങ്കരമായിട്ട് ഇൻറ്റിമസി ഉണ്ടായിരുന്ന ഒരാളിൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരാൾ നമുക്ക് അയച്ചു തരുന്ന പോലെയാണ് ഇവന്റെ മെസ്സേജ് ഒക്കെ. അതിലാണ് ഞാൻ അങ്ങനെ ഒരാൾ ഇതാക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇതിനൊക്കെ എന്നെ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചയക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഫ്രണ്ട്സും എനിക്കില്ല. ഞാനൊരു മനുഷ്യൻ്റെ വീഡിയോ കോൾ ചെയ്യാറില്ല, ഒരാൾക്ക് ഇതാക്കില്ല, ഇൻബോക്സിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സ് മറ്റേ FBയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഒന്നും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ലാത്ത ഒരാളാണ് ഞാനൊരു മനുഷ്യൻ. കാരണം നാളെ അതൊക്കെ ഒരു വണ്ടിമലയായിട്ട് വരണ്ട, നമുക്കൊരാൾ ബുദ്ധിമുട്ടായിട്ട് വരണമെങ്കിൽ നമ്മളും കൂടെ വിചാരിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ FB പോസ്റ്റ് ചെയ്തു. ഞാൻ അപ്പോഴും വിചാരിച്ചു ഇതെന്തായാലും അമ്മയെ തല്ലിയ 2 പക്ഷം എന്നുള്ള രീതിയിൽ ഇതെന്തായാലും വേറെ രീതിയിൽ വരും, എന്നാലും നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആണെങ്കിൽ ഇത് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തതായിരുന്നു, FB പോസ്റ്റ് ചെയ്തു. പക്ഷേ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഷെയർ ചെയ്തു, ഭയങ്കരമായിട്ട് ഇതാക്കി ഇത് ആരാണെന്ന് കണ്ടുപിടിക്കുക. എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവൻ ആരാന്ന് കണ്ടുപിടിക്കണം. രണ്ടാമത്തത് ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഫോണിലോട്ട് കൊണ്ട് വന്നിരുന്നെങ്കിലോ, പിന്നെ ഇത് എവിടെ നിന്നാണ് നമ്പർ കിട്ടിയത്, ഈ നമ്പർ കാരണം മറ്റു നമ്പറാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും അത് ഞാൻ ഇൻ്റർവ്യൂ വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പം ഇനിയിപ്പോൾ ഫിലിമിൻ്റെ ആവശ്യമൊക്കെ പറഞ്ഞ് ആരെങ്കിലും എടുക്കുന്നതാവോ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാം. പക്ഷേ ഈ നമ്പറിൽ നമുക്ക് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. കാരണം ഇത് എൻ്റെ വീട്ടുകാരിലല്ലാതെ പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ട്രാൻസാക്ഷൻ എൻ്റെ ബാങ്ക് ട്രാൻസാക്ഷൻ എല്ലാം അതിലാണ്, ഗൂഗിൾ പേ അതിലാണ്, ഇപ്പോൾ ഫെഡറൽ ബാങ്കിലൊക്കെ അതിലാണ്, ഓൺലൈൻ ആപ്പുകളെല്ലാം അതിലാണ് അങ്ങനെ. അപ്പം അതല്ലാതെ വേറൊരാൾക്കും കിട്ടാൻ ചാൻസ് ഇല്ല, ഒരാൾക്ക് ഞാൻ കൊടുക്കാത്തൊരു നമ്പറുമാണത്. അത് തന്നെ ഇതായി. അപ്പം നമ്മളിലുള്ള ആരോ ആണ്, നമുക്ക് അത്ര അറിയുന്ന ഒരാളല്ലാതെ ചെയ്യത്തില്ല എനിക്ക് അത്ര. അപ്പോൾ ആ അറിയുന്ന ആളിനെ കണ്ടുപിടിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു.
ഞാൻ FB പോസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇതേ സമാന സംഭവം ആർക്കെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവർ എന്നെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ അവൻ എക്സ്പീരിയൻസ്ഡ് ആണെന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ FB പോസ്റ്റ് ചെയ്തു. അതിനുശേഷം പലരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലത്തുനിന്ന് ഒരു പെൺകുട്ടി വിളിച്ചു, അവളിപ്പം ബഹ്റൈനിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അവളെന്തോ എവിടെ ഹോസ്പിറ്റലിൽ ഗൾഫിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തോ അങ്ങനെ എന്തോ അവളുടെ അമ്മ മരിച്ചിട്ട് എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്തോ റെസ്റ്റ് കുറച്ച് അങ്ങനത്തെ കുറച്ച് മെന്റൽ ട്രോമയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു. ആ സമയം ഇവൻ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുട്ടി വിളിച്ചു. വേറൊരു കുട്ടിയുടെ കല്യാണം കഴിക്കാൻ പോകുന്നൊരു പയ്യൻ എന്നെ വിളിച്ചിട്ടുണ്ട്, അവർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞു. അതുപോലെ പാലാരിവട്ടം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ പുറത്ത് പറഞ്ഞത് വളരെ നന്നായി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു ദിവസം മുഴുവൻ ഞാൻ ഇത് എന്ത് ചെയ്യണമെന്നറിയാതെ, കാരണം ഇങ്ങനത്തെ എത്ര ധൈര്യം എന്ന് പറഞ്ഞാലും എന്തെന്നൊക്കെ പറഞ്ഞാലും ഇതുപോലെയൊക്കെ ഒരു സംഭവം വരുമ്പോൾ ഈ സമൂഹം എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നവരല്ലല്ലോ. അതുകൊണ്ട് പിന്നെ മാത്രമല്ല ഞാൻ എല്ലാവർക്കും പറയാനൊരു കാരണം, നീ വന്നിട്ടില്ലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നീ എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് ഇടുന്നില്ലേ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ. അപ്പം ഞാൻ ആരാണെന്നൊന്നും അവന് അറിയത്തില്ല. എനിക്കിത് അയക്കുമ്പോൾ ഞാൻ ആരാണെന്നോ എൻ്റെ പേരെന്താണെന്നോ എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല, എൻ്റെ ഫോട്ടോയോ ഒന്നും അറിയില്ല. ഒരു നമ്പർ കിട്ടി, പെണ്ണിൻ്റെ നമ്പറാണ്, അതേ അവനറിയുള്ളൂ. ഈ പെൺകുട്ടികളൊക്കെ അവൻ അങ്ങനെ അയച്ചത്. കാരണം അപ്പം ഇവൻ ഇതുപോലെ ചെയ്ത് ചിലപ്പോൾ വിജയിച്ചിട്ടുണ്ടാവാം, പലരെയും ഇതുപോലെ അവൻ ട്രാപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവാം. അപ്പോൾ എന്തായാലും അവൻ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണമെന്ന് ഭയങ്കരമായിട്ട് ഞാൻ വിചാരിച്ചൊരു കാര്യം. അതേപോലെ തന്നെ പലരും എന്നെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കമൻസിൽ ഇട്ടിട്ടുണ്ടായിട്ടുണ്ട്, ഇവനെ കിട്ടണമെങ്കിൽ നമ്മൾക്കും ഒന്ന് കാണണം, ഇവനെ ഒന്ന് കാരണം നമുക്കൊന്ന് കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇവന് പാലാരിവട്ട സ്റ്റേഷനിൽ വേറൊരു പെൺകുട്ടി കംപ്ലൈൻറ്റ് കൊടുത്തു, വേറൊരാൾ ഇതുപോലെ. എന്നിട്ട് അവൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളൊക്കെ, കാരണം അവിടെ ആ വർക്ക് ചെയ്ത സ്ഥലത്ത് ഉണ്ടായിരുന്ന പെൺകുട്ടികളൊക്കെ ഇതേപോലെ രാത്രി ഇവൻ ഇതായിരുന്നു പരിപാടി, അവിടെ പിടിച്ച് അവർ അടി കൊടുത്തു. അപ്പം എനിക്ക് മനസ്സിലായി അവൻ ഒരു ചെറിയൊരു ഞരമ്പ് രോഗി അല്ല എന്നുള്ളത്. ഓരോ ദിവസം അപ്പോൾ ഇതെല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പിറ്റേ ദിവസം കൊണ്ടാണ് ഇത് സംഭവം നടന്ന ഒരു ദിവസം കഴിഞ്ഞിട്ട്, കാരണം ഇത് എന്താണെന്ന് അറിയണമല്ലോ വെച്ചിട്ട് ഞാൻ ഇതെല്ലാം കൂടി വെച്ചിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ FIR ഇട്ടു. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ കോർട്ടിൽ പോയിട്ട് മജിസ്ട്രേറ്റിന് രഹസ്യം മൊഴി കൊടുത്തു. വീണ്ടും ഇതിൻ്റെ പിന്നാലെ ഞാൻ കയറി ഇറങ്ങി ഒരുപാട് ഞാൻ നടന്നു. അവനെ അറസ്റ്റ് ചെയ്തു. ഇപ്പം റിമാൻഡിലാണ്. അവൻ ഇരിഞ്ഞാലക്കുടയുള്ള ഒരാളാണ്. അവൻ ഇത് അവന് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത്, എന്നിട്ട് അവന് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്താണ് ബാക്കി കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ ഇവൻ ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എനിക്ക് അയച്ചത് ഒരു അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഒരാളുടെ പേരിലുള്ള സിമ്മാണ്. സ്റ്റേഷനിൽ നിന്ന് സൈബർ ഞാൻ കംപ്ലൈന്റ് കൊടുത്തപ്പോഴത്തേക്കും സൈബർ സെല്ലിൽ നിന്ന് പറഞ്ഞത് ആ പേര് അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഒരു പേരാണ്. കുറച്ച് കഴിഞ്ഞ് അത് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ആളുടെ പേരിലാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട്, പിന്നെ കാരണം എനിക്ക് തോന്നുന്നു ട്രൂ കോളറിൽ സേവ് ചെയ്ത് വെക്കുന്ന കണക്കാണല്ലോ നമുക്ക് ട്രൂ കോളറിൽ കിട്ടുന്നത്. പിന്നെ ആ നമ്പർ ഇത് ചെയ്ത് നോക്കുമ്പോൾ ജിപ്സ ബീഗം എന്നാണ് കാണിക്കുന്നത്. എത്ര ഫ്രോഡാണെന്നൊക്കെ. അപ്പൊ പലരും ഈ പോസ്റ്റിന്റെ അടിയിൽ നിന്ന് ഞാൻ പിന്നെ കമന്റ് ബോക്സ് ഞാൻ ഓഫ് ചെയ്തിട്ടു ഇൻസ്റ്റയിലൊക്കെ. കാരണം FBയിൽ പിന്നെ ഫുള്ളും നമ്മളെ അത്രയും നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. കമന്റ് ബോക്സ് ഇൻസ്റ്റയിൽ ഞാൻ ഇൻസ്റ്റ ഇത്രയും അമ്മാവന്മാരുടെ ഭയങ്കര ഇതാണെന്നുള്ള, FB അല്ല ഇൻസ്റ്റയാണ് ഇത്രയും ഞരമ്പ് രോഗം ഉള്ളവരുള്ളതെന്ന് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. ഇത് ഇവളുടെ പേരല്ലേ, ഇവള് റീച്ച് കിട്ടാനല്ലേ, ഇവള് വൈറലാവാനല്ലേ. ഈ ഭയങ്കരമായിട്ട് എനിക്ക് മാനസികമായിട്ട് അത് ഭയങ്കരമായിട്ട് പ്രശ്നം വലിയൊരു ഇതായി പോയി. കാരണം വെച്ചാൽ അവൻ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ആ സിമ്മിൽ നിന്ന് ഈ കൊല്ലത്തുള്ള പെൺകുട്ടിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോസ് അയച്ചിട്ട് പലർക്കും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയും പറഞ്ഞു അവൾക്ക് ഒരു 7 നമ്പറിൽ നിന്ന് അവൻ ഓരോ നമ്പർ ബ്ലോക്ക് ചെയ്യുന്തോറും ഞാൻ ചോദിച്ചു നിങ്ങളെന്താ കംപ്ലൈൻറ്റ് കൊടുക്കാത്ത, പേടിച്ചിട്ടാ അത്രേ. അവൾ ഗൾഫിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ വീട്ടിൽ അമ്മ മരിച്ചു, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആൾക്കാർ എന്തൊക്കെ പറയുമെന്ന് അറിയത്തില്ല, വില്ലേജ് ഏരിയ, ഇതൊക്കെ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെയാണ് വേറൊരു ലേഡി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിവോഴ്സാണ്, വേറൊരാൾ. അപ്പോഴൊക്കെയാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത് ഈ ഡിവോഴ്സ് ആണെന്നോ അല്ലെങ്കിൽ അമ്മ മരിച്ചെന്നുള്ളതോ അല്ലെങ്കിൽ നാട്ടുപുറം ഇതൊന്നും പ്രതികരിക്കുന്നതിനൊരു തടസ്സമല്ല. അപ്പോൾ ADGP ശ്രീജി സാറും പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഇതിൽ പറഞ്ഞത് ലേഡീസ് ബ്രാൻഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം നമ്മളുടെ പേടിയാണ് അവർ മുതലെടുക്കുന്നത്. അപ്പൊ ഇവരാരും എക്സ്പോസിങ് ഡ്രസ് ഇടുന്നവരൊന്നും അല്ല, ഇവരാരും റീൽസ് ചെയ്യുന്നവരോ ഇവരാരും യൂട്യൂബിൽ ഇതാക്കുന്നവരോ ഒന്നും അല്ല. ഇവരൊക്കെ ഒരു മനുഷ്യർ പോലും അറിയാത്ത അല്ലെങ്കിൽ ഒരാൾക്ക് പോലും ഒരു രീതിയിലും എന്താ പറയുക തിരിച്ചറിയാത്ത ആൾക്കാരാണ് ഈ ബാക്കിയുള്ള ആൾക്കാർക്ക്. അത് ലാസ്റ്റ് വന്ന് പെട്ടത് എൻ്റെ അടുത്തായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അവൻ ഇപ്പോഴാണ് ലാസ്റ്റ് നല്ല ഹോട്ടലിൽ കയറി ഉണ്ടെന്ന് പറയില്ല അതുപോലെ. കാരണം അതുവരെ അവൻ ഒരുപാട് പേരെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. അതിൽ വേറൊരു കുട്ടിയുടെ കല്യാണം മുടങ്ങിയപ്പോൾ ആ കുട്ടി, കാരണം ആ പയ്യൻ ഇത് കണ്ടിട്ട് ഈ പെണ്ണുമായിട്ട് എന്തോ ബന്ധമുണ്ടായിരുന്നു, പെൺകുട്ടിയായിട്ട് എന്തോ ബന്ധം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് സംഭവം ഇവനെ കൊണ്ട് ഒരുപാട് തലവേദന പലർക്കും ഉണ്ടായിട്ടാണ്. പല സ്ഥലത്തും ഓരോ സ്ഥലത്തും 2 മാസം വർക്ക് ചെയ്യും. അവിടെയുള്ള പകൽ സമയത്തൊക്കെ അവൻ ഭയങ്കര മാന്യനും ഭയങ്കര ഡീസൻറ്റുമാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ 12 മണി കഴിഞ്ഞാലാണ് അവൻ്റെ ഈ സ്വഭാവം മാറുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ അവനെ പിടിച്ചതിന് ശേഷം പോലീസ് പറഞ്ഞതാണ് അവൻ്റെ 2 ലാപ്ടോപ്പ്, ഒരു 6 ഫോണ്, കുറച്ച് സിമ്മും ഒക്കെ ഉണ്ടായിരുന്നു. അവൻ പറയുന്നത് അവന്
കള്ള് കുടിക്കുകയും ഡ്രഗ്സ് യൂസ് ചെയ്യുകയും അവൻ ഡ്രഗ്സ് ഭയങ്കര അതിഭീകരമായിട്ട് അവൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവനാണ്. അപ്പം വീട്ടിൽ അവൻ ആരുമില്ല, അച്ഛൻ മാത്രമല്ല ഓട്ടോ ഡ്രൈവറാണ്. അപ്പം അമ്മ ഇല്ല, വീടുമായിട്ടൊന്നും ആരുമായിട്ടും അവൻ വലിയ കണക്ഷനോ അറ്റാച്ച്മെൻറ്റോ ഒന്നുമില്ല. അവൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ വൈകുന്നേരമായി, രാവിലെ ജോലിക്കോ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഈ ഒരു 100 സിമ്മും കുറേ ഫേക്ക് ID കുറേ ഇത് ഒക്കെ ആയിട്ട് പിന്നെ ഇതുപോലെ അപ്പോൾ എൻ്റെ നമ്പർ എവിടെ നിന്ന് എടുത്തു എന്നുള്ള അതൊക്കെ ഭയങ്കരതായി. അവൾ കൊടുക്കാതെ നമ്പർ കിട്ടുമോ എന്നൊക്കെ ഉള്ള അത് ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത് ഇല്ലാതെയൊക്കെ ഈ വെറും വിവരമില്ലായ്മ പറയുന്ന കുറേ ആൾക്കാരൊക്കെ ഈ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഒരു ദുരന്തമാണ്. ഈ അടുത്ത തലമുറയെങ്കിലും ഈ ലൈംഗിക ദാരിദ്ര്യത്തിൽ ഭയങ്കര അവന്റെ ലൈംഗിക ദാരിദ്ര്യം തന്നെയാണ് അതിൽ കണ്ടതെന്നേ. കാരണം അത് ഒരു അപ്പുറത്ത് അവൻ നിൽക്കുന്ന അത് ആരാണെന്ന് പോലും അറിയാതെ. അപ്പൊ ഈ നമ്പർ എവിടെ നിന്ന് എടുത്തതെന്ന് എനിക്കറിയാം. അപ്പൊ ഈ പെൺകുട്ടി എന്നോട് പറയും, ചേച്ചി ഗൂഗിൾ പേ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഞാൻ ഗൂഗിൾ പേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ റെസ്റ്റോ കഫേയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മളിപ്പം റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴത്തേക്ക് ഇപ്പം മിക്ക സ്ഥലത്തും ഇപ്പം ഡിജിറ്റൽ പേയ്മെൻ്റ് ആണ്. അവരിപ്പം പ്രിൻ്റഡ് ആയിട്ട് നമുക്ക് ഇത് തരില്ല, ബില്ല് തരില്ല. അപ്പം നമ്മളുടെ നമ്പറിലോട്ടാണ് ഇപ്പോൾ സ്റ്റുഡിയോയിലാണെങ്കിലും ഇപ്പോൾ ഞാൻ ഇവിടെ ENT ക്ലിനിക്കിൽ പോകുമ്പോഴത്തേക്ക് അവിടെ പോലും അവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് അവർ നമ്മളുടെ പ്രിസ്ക്രിപ്ഷൻ അയക്കുന്നത് ഇതിലാണ്, ഫോണിലാണ് അയക്കുന്നത്. ബില്ല് പേ ചെയ്യുന്നത് ഈ ഗൂഗിൾ പേയിലാണ്. അപ്പോൾ അവിടെ പ്രിൻ്റഡ് ആയിട്ടല്ല അവർ തരുന്നത്, പേപ്പറിലല്ല നമുക്ക് ഇതായിട്ട് തരുന്നത്, ബില്ല് തരുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പോൾ നമ്പർ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇവൻ ഇതേപോലെ ഗൂഗിൾ പേയിൽ നിന്നാണ് എൻ്റെ നമ്പർ കളക്ട് ചെയ്തത്. ഗൂഗിൾ പേയിൽ നിന്ന് നമ്പർ കളക്ട് ചെയ്തിട്ട് അവന് ജിപ്സ എന്ന് പറയുന്ന ആളിനെ അറിയില്ല, ഞാൻ ആരാന്നറിയില്ല, എന്നെ കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതും അവനും അല്ല കളക്ട് ചെയ്ത്, അവിടെ വർക്ക് ചെയ്തിരുന്ന വേറൊരുത്തൻ്റെ നിന്നാണ് ഇതുപോലെ ലേഡീസിൻ്റെ നമ്പേഴ്സ് ഇതാക്കിയിട്ട്. അപ്പോൾ ഇപ്പോൾ പോലീസ് പറയുന്നപ്പോൾ ഇത് നാർക്കോട്ടിക് ഇതും കൂടെ ഉണ്ടുള്ളത് കൊണ്ട് ഇത് സൈബർ ക്രൈം ഉണ്ട്, നാർക്കോട്ടിക് ക്രൈമും കൂടി ഉണ്ട് അതിൽ. അത് കാരണം അതിൻ്റെയും കൂടെ അന്വേഷണത്തിലാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പം ഈ കള്ള് കുടിക്കുക അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ അവരല്ലാതായി മാറുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അവൻ ഒരുത്തൻ കാരണം പലരും പറയും മാനസിക രോഗിയായിരിക്കുന്നു. പക്ഷെ പകൽ സമയത്ത് അവന് ഒരു മാനസിക രോഗവും ഇല്ല. അവനും പറയുന്നത് അതാ, എനിക്ക് ഇതൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന്. അല്ല, ഈ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം മാറാൻ സെക്സ് എഡ്യൂക്കേഷനിലല്ല വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അഭിപ്രായമുണ്ടോ? എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവൈലബിലിറ്റി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒളിച്ചും പാത്തും എന്നുള്ളത് ഉപരി ഇപ്പോൾ ബാക്കി എല്ലാ സ്ഥലത്തും ഇപ്പോൾ GCCയിലൊക്കെ എല്ലാ സ്ഥലത്തും ഇപ്പം എന്താണ് മസാജ് പാർലറും മറ്റതും മറിച്ചതും ഒക്കെ ആയിട്ട് അവിടെയൊക്കെ ഭയങ്കര രീതിയിലൊക്കെ ഈ സെക്സ് ടൂറിസം ഒക്കെ ഭയങ്കര ഇപ്പോൾ ബാങ്കോക്കിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ പോകുന്നുണ്ട് ആൾക്കാർ, ഗോവയിൽ പോകുന്നുണ്ട്. അതുപോലെ ഞാൻ പറയുന്നത് ഇത് സർക്കാർ നിയമ വിധേയമാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അവർ പെർമിഷൻ കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഒളിച്ചും പാത്തും അപ്പം അവർക്കും ടാക്സ് കിട്ടുമല്ലോ. അപ്പം മറ്റുള്ളവരിലോട്ട് കണ്ണ് പോകില്ല, ആവശ്യമുള്ള ആൾക്കാരിലോട്ട് മാത്രമല്ലേ അത് പോവുള്ളൂ, അല്ലാത്തവർ സേഫായിട്ട് നടക്കുമല്ലോ. അപ്പം ഇപ്പം ഒരാൾക്കൊരു ഇപ്പം സെക്സ് ചെയ്യണമെന്നൊരു ഫീൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആരെയും കിട്ടാതെ വരുമ്പോഴായിരിക്കും കൊച്ചു കുട്ടികളെ അല്ലെങ്കിൽ വയസ്സായ അമ്മമാരെ അല്ലെങ്കിൽ അവിടെ വേറെ ഈ രൂപം അതോ അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇപ്പം സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടുന്ന അവിടെ ഡ്രസ് കോഡൊന്നും അവിടെ ബാധകമാവുന്നില്ല. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് അങ്ങനെ വരുമ്പോൾ അവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഇതാണല്ലോ. ഇപ്പോൾ രാഷ്ട്രീയവൽക്കരും എല്ലാത്തിനും ഭയങ്കര മാനിപ്പുലേഷനാണല്ലോ. എന്ത് കാര്യത്തിനും ഇപ്പോൾ ഇനിയിപ്പോൾ നാളെ ഇതൊക്കെ വേറൊരു രീതിയിൽ വരുമെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെ നിന്ന് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു എന്നൊക്കെ. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ സെൻ്ററുകൾ വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആവശ്യമുള്ളവർ അങ്ങോട്ട് പോയിക്കോട്ടെ, ഇല്ലാത്തവർ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കത്തില്ലല്ലോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടോ ഇവിടെ കിട്ടോ അവരിൽ കിട്ടോ ഇവരിൽ കിട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തരെയും പിന്നാലെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യം അപ്പോൾ വരില്ല. കാരണം ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്നതുണ്ട് എന്ന് മനസ്സിലായിട്ട് അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ പീഡനമൊക്കെ കുറഞ്ഞിരിക്കും തന്നെയാണ്. അപ്പോൾ ചിലർ പറയും അവർ ഡ്രസ്സ് ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് അങ്ങനെ വികാരം തോന്നിയിട്ട് വേറൊരാൾ ചെയ്യുന്നതെന്ന്. അങ്ങനെ വികാരം തോന്നി ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ വേറെ രാജ്യങ്ങൾ ഇപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ ഇതാക്കട്ടെ. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ബീച്ചുകളിലൊക്കെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ സിറ്റികളിലെല്ലാം ഇപ്പോൾ ടെക്നോ പാർക്കിലായിട്ട് ഇപ്പോൾ ഇൻഫോ പാർക്കിലാവട്ടെ വൈകുന്നേരം ഇറങ്ങി നോക്കിയാൽ കാണാം. മീൻസ് ഇന്നർ വെയർ മാത്രമായിട്ടുള്ള ഡ്രസ്സ് അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് പറഞ്ഞിട്ട് നടക്കുന്ന പ്രതീതിയാണ് നമ്മളുടെ ഡ്രസ്സിങ് ഒക്കെ. ശക്തമല്ല, നിയമം ശക്തമല്ല എന്നുള്ളത് കാരണം കൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഈ 3-4 വർഷമൊക്കെ ഫാമിലിയെ വിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഗൾഫിൽ നിൽക്കുന്നില്ലേ, അവരെന്തുകൊണ്ട് ഈ ഇതേപോലെ അതും ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ 3 ബെഡ്റൂം ഉണ്ടെങ്കിലും 3 ഫാമിലിയാണ്. അവിടെ കുഞ്ഞുങ്ങളുണ്ട് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്നവർക്ക് അവരെയൊന്നും കയറി ഇതുപോലെ എന്തുകൊണ്ട്
തൊട്ടപ്പുറത്ത് വരെ താമസിച്ചിട്ട് പോലും, അതും ഇപ്പോൾ മൊറോക്കൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സെക്സി ആയിട്ടാണ് അവരുടെ ഡ്രസ്സിങ് ഒക്കെ. ഭയങ്കര എന്ന് പറഞ്ഞാൽ അതിഭയങ്കര സെക്സി ഫീൽ ആയിരിക്കും അവരുടെ ഇത്. ഇനിയിപ്പോൾ നാളെ ചോദിക്കും ഇനിയിപ്പോൾ ഞാൻ ലെസ്ബിയനാണോ. കാരണം നമ്മളിപ്പോൾ എന്ത് പറയുമ്പോഴും എല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മളെന്താണ് താല്പര്യവും കാര്യമല്ലേ നമ്മളത് അവരോട് ചോയ്സ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അർത്ഥത്തിലല്ല മറ്റുള്ളവരെടുക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വിവരത്തിനും അവരുടെ ലോക പരിചയത്തിനും അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ചിട്ടാണ് അവരതിനെ വളച്ചൊടിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യമൊന്നും മിണ്ടാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ മാക്സിമം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും കൂടുതൽ ഇതാക്കാൻ പോവാത്തതും അഭിപ്രായം പറയാൻ പോവാത്തതും അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ലൈഫിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൊരുതിയിട്ട് ഇപ്പം കൊച്ചിയുടെ ഹൃദയഭാഗത്തൊരു ഫ്ലാറ്റ് സ്വന്തമാക്കി, നാട്ടിൽ വലിയൊരു വീട് വെച്ചു. പക്ഷെ ഇതൊന്നും അല്ല ലക്ഷ്യം, എൻ്റെ ലക്ഷ്യം വേറെ എന്തോ ആണെന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരി, എന്താണ് ആ ലക്ഷ്യം? എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഭയങ്കര വലിയൊരു ലക്ഷ്യമാണ്. കാരണം അത് എപ്പം എനിക്ക് നേടിയെടുക്കാൻ പറ്റുമോ അറിയില്ല. ബാക്കി എന്തും എന്നെ കൊണ്ട് കഴിയും എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരാളാണ്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് പറ്റുമെന്നും അറിയില്ല, പക്ഷെ പറ്റണം എന്നാണ് എൻ്റെ മനസ്സിൽ. നമുക്ക് ഈ ഡിവോഴ്സ്ഡ് ആവുന്ന ഫാമിലിയിലുള്ള കുട്ടികളുണ്ട്. അപ്പം എൻ്റെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് എൻ്റെ യൗവനവും എൻ്റെ കൗമാരവും എൻ്റെ യൗവനവും ഒക്കെ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കളഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു കല്യാണം കഴിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കറിയില്ല എനിക്ക് അവൾ ഇത്രയും കെയർ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഇതുപോലെ ഡിവോഴ്സ്ഡ് ആവുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഫാമിലിയിലെ കുട്ടികൾ അവരാണ് ഏറ്റവും കൂടുതൽ അനാഥത്വം അനുഭവിക്കുക. എല്ലാവരും ഉണ്ടായിട്ടും അനാഥത്വം അനുഭവിക്കുന്നത് അവരാണ്. മറ്റത് സമൂഹത്തിന്റെ കണ്ണിൽ അയ്യോ അച്ഛനില്ല, അവരമ്മയില്ല, അങ്ങനത്തെ കുട്ടിയാണ് എന്നുള്ള ഒരു പരിഗണനയെങ്കിലും കിട്ടും. ഇതങ്ങനെയല്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കുട്ടികളെ, അല്ലെങ്കിൽ അങ്ങനെ ഭാരമാകുന്ന കുട്ടികളെ, കുറച്ചാൾ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കും, കുറച്ചാൾ അമ്മയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പിടിവലി ഇങ്ങോട്ട് പിടിവലി. ഇത് അപ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന മാനസിക ഒരു ബുദ്ധിമുട്ടൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. ആ കുട്ടി കടന്നു പോകുന്ന എത്രത്തോളം ഒരു മെന്റൽ ട്രോമ ഒന്നും അവർ ആർക്കും അറിയേണ്ട ആവശ്യമില്ല. എല്ലാവരുടെ വാശി ജയിക്കുന്നത് അല്ലെങ്കിൽ ബാധ്യത ആവുക. അപ്പം അങ്ങനെയുള്ള കുട്ടികളാണ് കൂടുതലും എന്താ പറയുക, ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയിൽ വരിക, അല്ലെങ്കിൽ വീട്ടിൽ സ്നേഹം കിട്ടാതെ വരിക, പല രീതിയിലും വഴിതെറ്റി പോകാൻ കൂടുതലും സാധ്യതയുള്ളത് ഒക്കെ ആവുന്നതൊക്കെ. എല്ലാവരും ഒന്നല്ല, ജീവിതത്തിനെ കുറിച്ച് ചിന്തയില്ലാത്തവര്, അതൊന്നും ഒരു വഴിതെറ്റി പോകാൻ കാരണമല്ല എങ്കിൽ പോലും അങ്ങനെയുള്ള കുറച്ച് കുട്ടികളെ പുനരധിവസിപ്പിച്ച് അവരെ, അതുപോലെ തന്നെ അച്ഛനമ്മമാരെയും ഇതേപോലെ തന്നെ ഇപ്പം ഭർത്താവോ ഭാര്യ ഒരാൾ മരിച്ചു പോയാൽ മറ്റേ ആള് ഒറ്റപ്പെട്ടു. അത് മക്കൾക്ക് ചിലപ്പം പലർക്കും ബാധ്യതയായിരിക്കും. പലരും പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും, മക്കൾക്കൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സ്വത്ത് എഴുതി വാങ്ങിയിട്ട് ഒന്നിനും കൊള്ളാതെ അവസ്ഥയാകുമ്പം അമ്മേനെ അച്ഛനും പുറത്ത് ഇതാക്കുന്ന. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടിരുന്നു ഒരു ലേഡി അമ്മായി അമ്മേനെ തള്ളിയ കേസ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് സങ്കടമായി പോയി. കാരണം എനിക്ക് ആ സ്ഥാനത്ത് എൻ്റെ ഗ്രാൻഡ്മാനെ എനിക്ക് ഓർമ്മ വന്നത്. അപ്പം എനിക്ക് അത് ചെറുതിലിപ്പോൾ ഞാൻ അത് ഏത് വർഷമൊന്നും എനിക്കറിയില്ല, എൻ്റെ ഡിവോഴ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇടുക്കിയിൽ ഷെഫീഖ് എന്ന് പറഞ്ഞൊരു പയ്യനെ രണ്ടാനച്ഛനും അമ്മയും കൂടിയാണെന്ന് തോന്നുന്നു, അതോ അച്ഛനും രണ്ടാനമ്മയും കൂടിയാണ്. അച്ഛനും രണ്ടാനമ്മയും കൂടി ഉപദ്രവിച്ചിട്ട് ഇപ്പം 10-12 വർഷമായി തോന്നുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ട്. പക്ഷേ ഞാൻ എന്ത് പറഞ്ഞിട്ട് ആ പേര് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഒരാഴ്ച ഉറങ്ങിയിട്ടില്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. എനിക്ക് ആ കുട്ടിയുടെ ഇങ്ങനെ ഇതുപോലെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചു, കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ഇത് കേൾക്കുമ്പോൾ അതിൻ്റെ ചട്ടുകം പഴിപ്പിച്ചു വെച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ കുഞ്ഞ് കുരുന്നാണെന്ന് പോലും ചിന്തിക്കാതെ അതിനെ ഇത്രയും ഉപദ്രവിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എത്ര മനസാക്ഷി ഇല്ലാതെയാണ് അവർ ആ കുട്ടിയോട് ചെയ്തിട്ടുള്ളത്, എത്ര ക്രൂരതയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അന്ന് തൊട്ടാണ് ഞാൻ ഇതിന് കുഞ്ഞിൽ തൊട്ട് എൻ്റെ മനസ്സ് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള എന്തെങ്കിലും ആൾക്കാരുടെ മുമ്പിൽ എന്തെങ്കിലും പറയുകയോ പ്രതികരിക്കുകയോ അല്ല വേണ്ടത്. അതൊക്കെ 2 ദിവസം കഴിയുമ്പോൾ അത് പോകും, അടുത്ത സംഭവം വരുമ്പോൾ അടുത്തതായി, അങ്ങനെയല്ല വേണ്ടത്. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളായിട്ട് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളുണ്ടെന്ന് നോക്കിയിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അതിന് നമ്മളുടെ പേരിൽ വസ്തു വേണം, നമുക്ക് ബിൽഡിങ് വേണം. അപ്പോൾ അത് ഒരുപാട് ഇതാണ്. അതുമാത്രമല്ല നമ്മൾ അത്രയും ട്രാൻസ്പെറൻറ്റ് ആവണം, അല്ലെങ്കിൽ അതിൽ പിന്നെ ആൾക്കാർ പല രീതിയിലായിരിക്കും അതിന് ഇതാക്കുക. അപ്പോൾ അങ്ങനെ കാരണം നമ്മൾ ഇപ്പോൾ പല ആൾക്കാർ ചാരിറ്റിയും കാര്യങ്ങളുടെയൊക്കെ പേരിൽ പല രീതിയിൽ തട്ടിപ്പും വെട്ടിപ്പും. ഞാൻ ചാരിറ്റി അല്ല നടത്തുന്നത്. എനിക്ക് കുറേ കൂടപ്പറപ്പുകളും എനിക്ക് കുറേ അമ്മമാരും അച്ഛന്മാരും, ഞാൻ അതാ ഉദ്ദേശിക്കുന്നത്. ഞാൻ അത്രയും എനിക്ക് ആങ്സൈറ്റി ഡിപ്രഷൻ ഉണ്ട്, എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഒരുപാടാണ്, ഫുൾ ഇങ്ങനെ ആലോചിച്ചൊക്കെ കിടക്കണം. അപ്പം അവരുടെ കൂടെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യണം. എൻ്റെ അവസാന കാലം അല്ലെങ്കിൽ എൻ്റെ മൈൻഡിലൊരു
ഒരു 40 വയസ്സൊക്കെ ആകുമ്പം അല്ലെങ്കിലും അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യണം. അതിന് അപ്പോഴും എനിക്ക് ഇത് വന്നില്ലെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു മിനിമം ഒരു കുറച്ച് ഏരിയ മേടിക്കാൻ ഒരു ഉണ്ടായിട്ട് അവിടെ ഇതേപോലത്തെ ഒരു ബിൽഡിങ്ങും അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് തോന്നുന്ന തരത്തിൽ കുറച്ച് പശുക്കൾ, കുറച്ച് ആട്, കുറച്ച് കൃഷിയൊക്കെ ആയിട്ട് ഓർഗാനിക് അവിടെ നിന്ന് നമ്മൾ കൃഷി ചെയ്യുന്ന സാധനം തന്നെ നമ്മൾ അവിടെ കുക്കിങ്ങിന് എടുക്കുക. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ കരാട്ട തൊട്ട് ഈ പെൺകുട്ടികളാണെങ്കിൽ കുറച്ചുകൂടി. അപ്പം ഏതൊക്കെ രീതിയിൽ അവർ നാളെ സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നാലും എങ്ങനെ ജീവിക്കണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെയുള്ള അനുഭവിച്ചതും ഞാൻ ഇതുവരെയുള്ള എത്രത്തോളം എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ പാഠങ്ങളും അവരെ പഠിപ്പിച്ച് അവരെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന രീതിയിൽ അവർ ചെയ്തു തരേണ്ട അവർ ഓരോരുത്തരും നാളെ ഞാൻ ഈ ചെയ്യുന്നത് പോലെ അവർ മറ്റുള്ളവരെ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമാണ്. അതിൻ്റെ ഇടയിൽ ജോലി ചെയ്യുന്നു ജീവിക്കുന്നു എന്നൊക്കെ ഉള്ളത് നമ്മളുടെ അതിപ്പോൾ ജീവിക്കാനുള്ളൊരു ഫ്യൂലാണ് നമുക്ക് പൈസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതൊക്കെ. അത് ഭയങ്കര വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കണം അങ്ങനെ അതൊക്കെ അങ്ങനെയല്ല. അതൊക്കെ നമ്മളുടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. അതൊക്കെ ആഗ്രഹം. അതെൻ്റെ പണ്ട് പറയുമായിരുന്നു ഞാൻ എൻ്റെ ലോങ് ചെറിഷ്ഡ് അംബീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പൈലറ്റ് ആവുകയെന്ന്. ഇനിയിപ്പോൾ ആ കാര്യം നടക്കത്തില്ല. അപ്പം പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എക്സ്പെഷ്യലി ഞാൻ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്കത് ഭയങ്കരമായിട്ട്, കാരണം എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോൾ അത് ഏറ്റെടുത്ത് നടത്തണം. അവൾ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ അവൾക്ക് ഉണ്ടാവരുത്. ഞാൻ അവൾക്ക് കൊടുത്ത സ്നേഹവും ഞാൻ അവൾക്ക് കൊടുത്ത കരുതലും ഞാൻ അവൾക്ക് കൊടുത്ത അവൾ എല്ലാവർക്കും കൊടുക്കണം. എന്നിട്ട് അവൾ അടുത്ത നല്ലൊരു തലമുറയിൽ ഞാൻ എത്രത്തോളം അത്രയും കുട്ടികളെ ഇതാക്കുന്നു അതുപോലെ അവരുടെ കൂടെ അവളപ്പോൾ ഒറ്റയ്ക്കാവില്ല. എൻ്റെ മനസ്സിലങ്ങനെയാണ് അപ്പോൾ ആ ലക്ഷ്യമൊക്കെ പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ. എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി ഒരു പ്രചോദനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. അപ്പോൾ ഇത്രയും നേരം സഹകരിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.